കർത്താവിൻ്റെ പരിശുദ്ധമായ നാമമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി മഹത്വമെടുക്കുമാറാകട്ടെ. ഈ രാത്രി നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം. പസബിക്കായി മറ്റെല്ലാ ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം നൽകിയ കർത്താവ് ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾക്ക് ഇവർക്കായി ദൈവത്തെ സ്തുതിക്കണം. നമ്മളെ മറിച്ച് യേശുപ്പച്ചൻ ഇന്ന് രാത്രി വെളിപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ എക്സ്പീരിയൻസസ് ഞാൻ അങ്ങ് മറക്കുക. എവിടേക്കോ ദൈവം നമ്മെ ഉപയോഗിച്ച് കാണും, എവിടേക്കോ ദൈവം നമ്മെ നിർത്തി കാണും. അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് രാത്രി എല്ലാ ദിവസവും രാവിലെ പുതിയ 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 മഞ്ഞയാണ് പെയ്തിറങ്ങിയതെന്നതുപോലെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, ശബ്ദം, സ്പർശനം ഒക്കെ നമ്മുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് പ്ലീസ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൈവദാസനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ യേശു കർത്താവിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ച് ദൈവകൃപയിൽ നമുക്കായിരിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ഇൻപവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ഇൻപവും നീയേ, ഇൻപവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. അങ്ങേ ഞാൻ ആരാധിക്കൂ. യേശുവിനെ അങ്ങേ ഞാൻ ആരാധി. കമോൺ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come on, ഹല്ലേലൂയ, ആമേൻ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കൂ. ഔഷധം യേശു, ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആൽഫയും യേശു, ആൽഫയും നീയേ, ഓമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇരുകരങ്ങൾ ഉയർത്തി അങ്ങേ ഞാൻ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവിനെ
അങ്ങേ ഞാൻ ആരാധിക്കും. എൻ കർത്താവിനെ അങ്ങേ ഞാൻ ആരാധിക്കും. എൻ നാഥനെ അങ്ങേ ഞാൻ എൻ പാറയും എൻ പരിചയം എൻ ശൈലവും എൻ കോട്ടയും എൻ നാഥനും എൻ നീതിയും നീയേ. എൻ മഹത്വം എൻ ശക്തി എൻ പ്രാപ്തി എൻ ജീവൻ എൻ മറവിടാം എൻ ഉറവിടം യേശുവേ. ഹല്ലേലൂയ. Come on. ഹല്ലേലൂയ. Come on എല്ലാവരും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞു പോലെ മഴ പോലെ അങ്ങയുടെ ശബ്ദം, സാന്നിധ്യം, ആലോചന, അരുളപ്പാട് ഇന്ന് രാത്രി നിന്റെ ജനത്തിന് മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. കൃപയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. ദൈവശക്തിക്കായി നന്ദിയുടെ സ്തോത്രം. ദൈവിക നിയോഗത്തിനായി സ്തോത്രം. ഞങ്ങളെ പണിതാട്ടെ. കാറ്റത്ത് ഉയരുന്ന കഴുകന്മാരെ പോലെ, കാറ്റത്ത് ഉയരുന്ന കഴുകന്മാരെ പോലെ. I pray tonight in the name of Jesus, from one end to another, let the breeze of God, let the breath of God, അങ്ങയുടെ കാറ്റ് ഇന്ന് രാത്രി ഊതുവാൻ പ്രാർത്ഥിക്കുന്നു. Elevate your people into the another dimension. Oh, elevate your people into another dimension. അങ്ങയുടെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തും, അനുഗ്രഹമാക്കും, കൃപ കൂടിയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരും ആമേൻ പറഞ്ഞാടെ. നിൽക്കുമ്പോൾ തന്നെ 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം നിൽക്കുമ്പോൾ തന്നെ 2 സാമുവേൽ chapter 9, 2 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദത്തിൽ ഒരുമിച്ച് വായിക്കാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയനെന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലും മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് ലദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലദേബാരിൽ അമ്മിയേലിന്റെ മകനായ മാഖീരിന്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫീബോശെത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശെത്ത് എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ. ഇന്ന് രാത്രിയിലും ചത്ത നായ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ. പ്രാർത്ഥനയിൽ, പാട്ടിൽ, പ്രസംഗത്തിൽ ധാരാളം കേൾക്കുന്ന വാക്കാണ് ദൈവത്തിൻ്റെ കൃപ. റോമർ 4:4 പറയുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും പകരുന്നുവെങ്കിൽ അതിന് പേരാണ് ദൈവത്തിൻ്റെ കൃപ.
ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വലിയ ജലപ്രവാഹത്തിൽ മരിച്ചു. പക്ഷേ 8 പേർ ആ പെട്ടകത്തിൽ കയറി. അത് ദൈവത്തിൻ്റെ കൃപയാലായിരുന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ കൃപ ലഭിച്ചു. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല കൃപ. ശിക്ഷാവിധിയിൽ നിന്ന് പുറത്തു വന്ന് രക്ഷിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ കൃപ. ഗൈനക്കോളജിസ്റ്റ് അന്നുണ്ടായിരുന്നെങ്കിൽ ആ മുതുക്കിനെയും നോക്കി പറഞ്ഞേനെ, ഒരു കുഞ്ഞു പോലും ജനിക്കത്തില്ല, ഒരു സാധ്യതയില്ല, വിട്ടുകള നേരെ നടക്കത്തില്ല. പക്ഷെ ദൈവം ആദ്യം പറഞ്ഞത് ഒരു കൊച്ചിന് തരും. രണ്ടാമത് പറഞ്ഞത് നിന്നെ ഒരു രാജ്യമാക്കും. മൂന്നാമത് പറഞ്ഞത് അതെ നിന്നെ പല രാജ്യമാക്കും. നാലാമത് പറഞ്ഞത് ലോകത്തിലുള്ള സകല ജാതിക്കും നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. നിന്റെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹമായിരിക്കും നക്ഷത്രങ്ങൾ, കാൽ കീഴിൽ മണൽത്തരികൾ. തലയ്ക്ക് മുകളിലും അനുഗ്രഹം, കാൽ കീഴിലും അനുഗ്രഹം എന്ന് പറഞ്ഞ് അബ്രാമിനെ അബ്രഹാമാക്കിയത് ദൈവത്തിന്റെ കൃപയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ കല്ല് തലേണിയായി കിടന്നുറങ്ങിയപ്പോൾ ഗോവേണി വന്നിറങ്ങി. അന്ന് യാക്കോബെങ്കിൽ ഇന്ന് രാത്രിയിലും ആർക്കും തടയാൻ കഴിയാത്ത ഇസ്രായേലായി ഉയർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. മോശ രാജ്യങ്ങൾക്ക് പ്രവാചകനായി തീർന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഭയന്ന് വിറച്ച് സാഹചര്യത്തെ കണ്ട് പേടിച്ചിരുന്നവനെ എടാ പേടിത്തൊണ്ട എന്നല്ല ദൈവം വിളിച്ചത്. പരാക്രമശാലിയെ എന്ന് ദൈവം വിളിച്ച് ദൈവമാക്കി തീർത്തെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. ജയിലിൽ കിടന്നവൻ ബ്രേക്കിംഗ് ന്യൂസ്, ജയിലിൽ കിടന്നവൻ പ്രധാനമന്ത്രിയായെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. സിംഹക്കുഴിയിൽ കിടന്നവൻ 4 രാജാക്കന്മാർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാറിപ്പോയിട്ടും പ്രൊമോഷൻ പ്രാപിച്ച് ഏറ്റവും ഉയർത്തപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. രാത്രി മുഴുവൻ ചെറിയൊരു പരാൽ മത്സ്യത്തെ പിടിക്കാൻ കഴിയാത്തവൻ ഒറ്റ പ്രസംഗത്തിന് 3000 പേരെ സ്നാനത്തിന് വേണ്ടി പിടിച്ചെടുത്തെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഓഫ്കോഴ്സ് ആ റെക്കോർഡ് വേഗത്തിൽ ഇന്ത്യയിൽ തകർക്കപ്പെടുവാൻ പോകുന്നു എന്നുകൂടെ പറഞ്ഞാൽ മാത്രമേ അതും ഫിനിഷാകത്തുള്ളൂ. ഉള്ള ചർച്ചസിനെ പൊളിക്കും എന്ന് പറഞ്ഞവനെ ഉള്ള സഭകളെ പൊളിക്കോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ചർച്ചസ് ഇല്ലാത്ത സ്ഥലത്ത് നീ തന്നെ ചർച്ച ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ പേഴ്സിക്യൂട്ടറെ വെളിപ്പാടിൻ്റെ അപ്പോസ്റ്റലാക്കി തീർത്തെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഒരു ദ്വീപുണ്ടായിരുന്നു, അതിൽ കയറി ഒറ്റൊരുത്തം പോലും പുറത്തിറങ്ങിയിട്ടില്ല. ആ ദ്വീപിൽ കയറി എല്ലാവൻ്റെയും അസ്ഥി ദ്രവിച്ച് മണ്ണോട് മണ്ണായി തീർന്നപ്പോൾ ഒരുത്തൻ മാത്രം അവസാനത്തെ പുസ്തകവുമായി, ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകമായി പുറത്തിറങ്ങിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ്. വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളിലും ഓരോ മേടുകളിലും ഓരോ പേജസിലും ഓരോ അധ്യായത്തിലും ഓരോ വ്യക്തിയിലും ഓരോ ചാപ്റ്ററിലും ഓരോ പുസ്തകത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. കൈപ്പത്തി കോൺഗ്രസിൻ്റെ അടയാളമാണ്. ലോട്ടസ് താമര സ്തോത്രം അത് BJPയുടെ അടയാളമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം സ്തോത്രം കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിഹ്നമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ദൈവകൃപയുടെ ചിഹ്നമാണ്, നിങ്ങൾ കൃപയുടെ അടയാളമാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം എന്തെങ്കിലും പകരുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ഈ രാത്രി നാം ജീവനോടെ ആയിരിക്കുന്നത് നമ്മൾ കുത്തിയ 2 വാക്സിനേഷൻ കൊണ്ടല്ല, കുടിച്ച വെള്ളം കൊണ്ടോ കഴിച്ച ആഹാരം കൊണ്ടോ അല്ല, നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടോ രാവിലെ കിടന്നുറങ്ങേണ്ട നേരത്ത് പഞ്ചായത്ത് കയറി ഇറങ്ങി നടന്ന അതേ നടപ്പ് കൊണ്ടോ അല്ല നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. പകരം സ്തോത്രം അതേ ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ആയിരിക്കുന്നത്. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. നാം വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. നാം ആയതല്ല, ദൈവം നമ്മെ ആക്കിയതാണ്. ഹല്ലേലൂയ. ഇത്രത്തോളം വഴി നടത്തിയ ദൈവ കൃപ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി വേദപുസ്തകം പറയുന്ന എഫേസ്യർ 2:6 മുതൽ 8 വരെ നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്.
കർത്താവ് യേശു ക്രിസ്തു 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ക്രൂശിൽ തൂങ്ങി നിന്നു. 4 അവൻ്റെ വസ്ത്രത്തെ വിഭാഗിച്ചെടുത്തു. അവൻ്റെ ശരീരത്തിൽ സ്തോത്രം 5 മുറിവുകൾ ഉണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം ക്രൂശിൽ മേൽ തൂങ്ങി നിന്നു. 7 മൊഴികൾ അവൻ വിളിച്ചു പറഞ്ഞു. ആരും സ്തോത്രം പറഞ്ഞില്ല. ഒരിക്കൽ കൂടെ പറയാം. ഒരു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ തൂങ്ങി നിന്നപ്പോൾ 4 അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. 7 മൊഴികൾ അവൻ ക്രൂശിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് മറ്റൊരുത്തിനും രക്ഷയില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് യേശുവിലൂടെ മാത്രമേ കൃപയാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയാലാണ്. നാം സഞ്ചരിക്കുന്നതായ വാഹനം, നാം പാർക്കുന്നതായ വീട്, നാം ലഭിച്ചതായ എഡ്യൂക്കേഷൻ, ജോലി, വരുമാനം, കഴിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം, നല്ല ചേർച്ച്, നല്ല ലീഡർഷിപ്പ്, നല്ല പാട്ടുകൾ, നല്ല ദൂതുകൾ, നല്ല എൻവയോൺമെൻറ്റ്, സകലതും കോടിക്കണക്കിന് ജനത്തിന് ഇല്ലാതിരിക്കുമ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നൽകിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. 2 കൊരിന്ത്യർ 8:9 പറയുന്നു, അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടത് അവൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രരായി തീർന്നതായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്വന്തം അനുഭവിക്കുന്ന ഓരോ നന്മകൾ ദൈവത്തിൻ്റെ കൃപയാലാണ്. രക്ഷ ദൈവകൃപയെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ദൈവത്തിൻ്റെ കൃപയാണ്. ഇത്രത്തോളം ബലത്തിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മേക്കാൾ ഭക്ഷണം കഴിച്ചവർ, നല്ല ഭക്ഷണം കഴിച്ചവർ തളർന്നു പോയപ്പോൾ, മരിച്ചു പോയപ്പോൾ, ഇന്നും കുഴഞ്ഞു വീണ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് ഇത്രത്തോളം ആരോഗ്യം തന്നെങ്കിൽ, കമോൺ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബലഹീനതകളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ഈ അറ്റ്മോസ്ഫിയറിൽ മുഴുവൻ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യെസ്, ഇൻ ജീസസ് നെയിം. ഗിലെയാദിൻ കുഴമ്പിൻ്റെ സുഗന്ധം ഈ അറ്റ്മോസ്ഫിയറിൽ നിറയപ്പെടുമാറാകട്ടെ. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നത്, അവൻ നിങ്ങളെ ബലപ്പെടുത്തുന്നത്, ആരോഗ്യത്തിൽ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. ഈ പൗലോസിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു ദിവസം എനിക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടപ്പോൾ 22-ലധികം സഭകൾ സ്ഥാപിച്ചു, 13 ലേഖനങ്ങൾ എഴുതി, ഇത്രയും യാത്ര ചെയ്തു, കുടിലിൽ കിടക്കുന്നു തുടങ്ങി അങ്ങ് കൈസറിൻ്റെ അരമനയിൽ ഇരിക്കുന്നവർ വരെ ഭയങ്കരമായി ഇമ്പാക്റ്റ് ചെയ്തു. എനിക്ക് തോന്നി ഒരു വലിയ ടീമിൻ്റെ കോൺട്രിബ്യൂഷനാണിത്, വലിയൊരു ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് തോന്നുമാറുള്ളത് ഒറ്റ മനുഷ്യനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ച്. കമോൺ, ഏറ്റെടുക്കണം. അത് നിങ്ങളിലൂടെ സംഭവിക്കും. ഒരു വലിയ സമൂഹം ചെയ്യുവാനുള്ളത് നിന്നിലൂടെ തമ്പുരാൻ സൂപ്പർ നാച്ചുറലി പുറത്തെടുക്കാൻ പോവുകയാണ്. അത് ചെയ്യിച്ചു പോയി. അയ്യോ, ഇത്രയും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? കിങ്ഡത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഇത്രയും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പുള്ളിയെ വിളിച്ചു നിർത്തി മാറ്റി നിർത്തി ചോദിച്ചോ, എങ്ങനെ ഇത്രയും എഴുതാൻ പറ്റിയേ? എങ്ങനെ ഇത്ര യാത്ര ചെയ്യാൻ പറ്റിയേ? എങ്ങനെയാ അധ്വാനിക്കുന്നത്? എങ്ങനെയാ ഇത്രയും കോൺട്രിബ്യൂഷൻ വെളിപ്പെട്ടത്? അത് സുരേഷേ, അത് ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നിന്റെ പാരൻസിന് നീ ഒരു സർപ്രൈസ് ആയിരിക്കും. നിന്റെ കുടുംബാംഗങ്ങൾക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കും. നിന്റെ പാസ്റ്റർ നീ ഒരു സർപ്രൈസ് ആയിരിക്കും. ഈ വിശ്വാസികൾക്ക്, ഈ ദൈവദാസന്മാർ ഒരു സർപ്രൈസ് ആയിരിക്കും. കാരണം നീ ആരെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നിന്നിലുള്ള ദൈവകൃപ നീ ആരെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ എബിലിറ്റിയാണ് ദൈവത്തിൻ്റെ കൃപ. കർത്താവിൻ്റെ എബിലിറ്റി നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. സോ രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാണ്. പിന്നെ ദൈവിക പ്രൊവിഷൻ വരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നാം ബലപ്പെട്ട് ജീവിക്കുന്ന ദൈവകൃപയാണ്. ദൈവത്തിൻ്റെ എബിലിറ്റി ദൈവത്തിൻ്റെ കൃപയാണ്. ഇനി കൃപ ഉണ്ടെങ്കിൽ നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും, നോവേ, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും, എത്ര തിരമാല വന്നാലും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, മുഴുവൻ നരകം ഒരുമിച്ച് കൂടി നിനക്കെതിരെ ക്രൂസൈഡ് നടത്തിയാലും, ലോകത്തിലുള്ള എല്ലാവരും നിനക്കെതിരെ തിന്നാലും, യു ആർ അൺസ്റ്റോപ്പബിൾ. സെരുബാബേൽ എന്ന് പറയുന്ന ഒരു പുള്ളി, സ്തോത്രം, നിയോഗം പ്രാപിച്ച്, എല്ലാവരും പറഞ്ഞാട്ടെ, നിയോഗം. ഇന്ന് രാത്രി അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ വാക്കിന് ഇന്ന് രാത്രി അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥിച്ചോ, ഇന്നൊരു വലിയ ഇമ്പാർട്ടേഷൻ ആരുടെ മേലോ കർത്താവ് പകരുവാൻ വേണ്ടി പോകുകയാണ്. സോ വലിയ നിയോഗം പ്രാപിച്ചിട്ട് സെരുബാബേൽ ഇങ്ങനെ വരുമ്പോൾ തൻ്റെ മുൻപിൽ വലിയൊരു പർവ്വതം ഇങ്ങനെ വളർന്നു പൊങ്ങി. സക്കറിയ 4. ആ പർവ്വതം വളർന്നു പൊങ്ങിയപ്പോഴേക്കും പുള്ളി ടേപ്പ് എടുത്തിട്ട്, തുലാസ് എടുത്തിട്ട് അതിനെ അളക്കാനും തൂക്കാനും ഒന്നും പോയില്ല.
come on, hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവ് പോരാട്ടത്തെ അല്ല ഹൈലൈറ്റ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് എന്നും എവിടെയും ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ വലിയ മഹാപർവ്വതം ഇങ്ങനെ വളർന്നു പൊങ്ങപ്പെടുകയും ഈ പുള്ളി ആ വലിയ പർവ്വതത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഹേ മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും എന്ന് പറഞ്ഞാൽ, എടാ പർവ്വതമേ, നീ ആളെ മാറിയാ കളിക്കുന്നത് കേട്ടോ, നീ യു ആർ മിസ്സിംഗ് വിത്ത് റോങ് അഡ്രസ്, ആളെ മാറിപ്പോയി. പർവ്വതമേ, നിനക്കെന്നെ തടയാൻ പറ്റത്തില്ല, കാരണം ഞാൻ കൃപയുള്ളവനാണ്, ഞാനൊരു ബുൾഡോസറാ, ഇല്ലാത്ത ഹൈവേ ഉണ്ടാക്കി ഞാൻ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ. എല്ലാ യങ്സ്റ്റേഴ്സും ഏറ്റെടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. ആരും നിനക്ക് വേണ്ടി പ്ലാറ്റ്ഫോം ഒരുക്കത്തില്ല, പക്ഷെ ആരുടെയും പ്ലാറ്റ്ഫോമിലെല്ലാം നിന്റെ പേരിൽ കൃപയാൽ കർത്താവ് ചിലത് നൽകാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നീ അൺസ്റ്റോപ്പബിൾ. ഈ തലമുറയിൽ നീ അൺസ്റ്റോപ്പബിൾ ആണ്. ആരുടെ മേലോ മുന്നേറ്റം 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 വെളിപ്പെടട്ടെ. ഒരു പുതിയ ഇന്ധനത്താൽ ആരെയോ കർത്താവ് നിറയ്ക്കുന്നു. ആഡിയോ വേഗത വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. കൃപയാൽ രക്ഷിക്കപ്പെട്ട, കൃപയാൽ ദൈവിക കരുതൽ അനുഭവിച്ച്, കൃപയാൽ ദൈവത്തിൻ്റെ ബലം ഏറ്റെടുത്ത്, കൃപയാൽ ദൈവത്തിൻ്റെ എബിലിറ്റി വെളിപ്പെട്ട്, കൃപയാൽ മുന്നേറുന്ന ദൈവജനം സകലതും സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ പഴയ പുതിയ നിയമത്തിലുണ്ടെങ്കിലും ഒരുത്തന് മാത്രം നോക്കിയിട്ട് ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ബ്യൂട്ടിഫുൾ. അതൊരു സീരീസാണ്. പക്ഷേ എങ്കിലും എന്തുകൊണ്ട് ദൈവം പറഞ്ഞു എന്നുള്ള ഒരു സീരീസാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ പല സക്സസ് ഉള്ള ആൾക്കാരുടെ ഗ്ലോറിയാണ് കാണുന്നത്, സക്സസ് ഉള്ള ആൾക്കാരുടെ ഗ്ലോറിയാണ് കാണുന്നത്. പക്ഷെ മറക്കല്ല്, ഈ ഗ്ലോറിക്ക് പിൻപിൽ ഒരു സ്റ്റോറിയുണ്ട്. സിഡ്നിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കല്ല ഏറ്റവും വലിയ ദൂരം, തലയിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. ഞാൻ വെയിറ്റ് ചെയ്യാം, ഒരിക്കൽ കൂടെ പറയാം. സ്തോത്രം. അതെ, എല്ലാ സക്സസിൻ്റെ പിന്നിലും സ്റ്റോറി ആണ് അവരെ ആ ഗ്ലോറിയിലേക്ക് എത്തിക്കുന്നത്. ഈ പുള്ളി, ഞാൻ പറയാൻ വന്ന ഈ പുള്ളി, അവൻ്റെ അപ്പൻ രാജാവല്ല, അവൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല, അവൻ്റെ വീട്ടിൽ ആരും കൊട്ടാരത്തിൽ കയറിയിട്ടില്ല, കൊട്ടാരത്തിൻ്റെ പ്രോട്ടോക്കോൾ അവന് അറിയത്തില്ല. പക്ഷേ ഈ പുള്ളിക്ക് ഒന്ന് മാത്രം അറിയാം, എങ്ങനെ ആരാധിക്കണമെന്നറിയാം. ഒന്നും അറിയത്തില്ല. ഈ റൂമിനകത്ത് ഇന്ന് രാത്രി ഒന്നും അറിയത്തില്ലെങ്കിലും ജീവിതം തോറ്റു പോകത്തില്ല. അറിയേണ്ടത് എങ്ങനെ അവനെ ആരാധിക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് ദൈവകൃപയാൽ പ്രൊമോഷൻ ഉണ്ടായിരിക്കും. ഈ പുള്ളി, ഈ ആരാധന, ഈ ദൈവികമായ ഈ സാമീപ്യം ഇദ്ദേഹത്തിന് വെളിപ്പെട്ടത് സ്തോത്രം താൻ കംഫർട്ട് സോണിൽ ഇരുന്നപ്പോഴല്ല. തൻ്റെ ലൈഫ് സ്തോത്രം അല്പം പോലും നന്മയല്ലായിരുന്നു. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ഭയങ്കര റിജക്ഷനാണ് അനുഭവിച്ചത്. ഭയങ്കര തിരസ്കരണം തന്നെ അനുഭവിച്ചവരാണ്. ഈ അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് അനുഭവിക്കുന്ന റിജക്ഷൻ എന്ന് പറയുന്നത് ഹിരോഷിമയേക്കാൾ നാഗസാക്കിയേക്കാൾ വളരെ വേദനയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും 30,000-40,000 പേര് ഭാഗ്യവാന്മാരായി മരിച്ചു. എന്തോ അതിൻ്റെ അർത്ഥം? വേദന അറിയാതെ പോയെന്ന്. കാരണം നിപ്പിന് തന്നെ ഒരു മെഴുകുതിരി ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉരുകിപ്പോകുന്നത് പോലെ 10,000-1000 ഡിഗ്രി സെൽഷ്യസിൽ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ അത്ര ഭയങ്കര ചൂടിൽ, വലിയ ഊഷ്മാവിൽ അവർ ഉരുകിപ്പോയി. പക്ഷേ റിജക്ഷൻ അനുഭവിക്കുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ്, സെൽ ബൈ സെല്ലായി റിജക്ഷൻ ഉരുകി വേദനിച്ച് നീ മരിക്കുകയാണ്. സോ ഈ പുള്ളിക്ക് അതാണ് സംഭവിച്ചത്. തിരുവചനം പറയുന്നു 27:10, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. ദാവീദ് പറയുന്നു 27:10, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. വൈ? വാട്ട്സ് ദ റീസൺ? എന്താണ് നിന്നെ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതായ ഒരവസ്ഥ ദാവീദെ കടന്നു വന്നത്? ഇശായി എന്ന തൻ്റെ പിതാവ് അത്ര നല്ലവനല്ല. ഇന്ന് രാത്രി അപ്പന്മാരുടെ മിസ്റ്റേക്ക്, അമ്മമാരുടെ മിസ്റ്റേക്കിന് ഈ രാത്രി കർത്താവിൻ്റെ കൃപ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറയാം, അടുത്ത തലമുറ, ഈ തലമുറ ബെറ്റർമെന്റിലേക്ക് ഇന്ന് രാത്രി ദൈവകൃപയാൽ പ്രവേശിക്കുകയാണ്. യെസ്, ഇശായി സ്തോത്രം അത്ര നല്ലവനല്ലായിരുന്നു. ഏഷ്യൻ സൈഡിൽ ഇസ്രായേലാണ് പാർത്തതെങ്കിലും യൂറോപ്പിലുള്ള ബ്ലൗണ്ട് ഹെയർ, വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ലേഡിയിൽ ഉണ്ടായ ഒരു മകനായിരുന്നു ആര്? ദാവീദ്.
തൽമൂദ് അങ്ങനെ പറയുന്നു. സ്തോത്രം. ചരിത്രം അങ്ങനെ പറയുന്നു. ഒഫീഷ്യൽ വൈഫിലല്ല ഇശായിക്ക് ദാവീദ് ഉണ്ടായത്. സ്തോത്രം. മറ്റൊരു ലേഡിയിൽ ഉണ്ടായതായ ഒരു മകനായിരുന്നു. അതെ, സ്തോത്രം. ആര്? ദാവീദ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ തലമുടി വന്നിട്ട് ഈ കനാൻ ദേശത്തുള്ള തൻ്റെ സഹോദരന്മാരുടെ തലമുടി പോലെയല്ല, കുറച്ച് ബ്ലോണ്ട് മിക്സ് ആയിരുന്നു. അവൻ്റെ സ്കിൻ കളർ വന്നിട്ട്, സ്തോത്രം, അതേ സഹോദരന്മാരെ പോലെയല്ല, കുറച്ചുകൂടെ വൈറ്റിഷ് ആയിരുന്നു, കുറച്ചുകൂടെ ഗ്ലോ കൂടുതലായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാർ നോക്കിയപ്പോൾ, അയ്യോ നീ ഞങ്ങളെപ്പോലെയല്ല, നീ ഞങ്ങളെപ്പോലെയല്ല, നിൻ്റെ ഷേപ്പ് ഞങ്ങളെപ്പോലെയല്ല, നിൻ്റെ കളർ ഞങ്ങളെപ്പോലെയല്ല, നിൻ്റെ തലമുടി ഞങ്ങളെപ്പോലെയല്ല. ഈ അവരെപ്പോലെ അല്ലാത്തത് കൊണ്ടാണ് പലരും നമ്മളെ ദേഷിക്കുന്നത്. അവരെപ്പോലെ നമ്മളല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്, ട്രിവാൻഡ്രം ഗ്രാമത്തിലാണ്. അവിടെ ഇങ്ങനെ കാക്ക കൂട് വെക്കുമായിരുന്നു. ഇവിടെ കാക്കയുണ്ടോ? കാക്ക കൂട് വെക്കാറുണ്ട്. കാക്ക കൂട് വെക്കുമ്പോൾ ഈ കുയില് ഉഴപ്പനാണ്. കുയില് കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഉഴപ്പനാണ് കുയില് കൂട് വെക്കത്തില്ല. കുയില് കൂട് വെക്കാതെ കാക്ക കൂട്ടിലാണ് കൊണ്ടുവന്ന് കുയില് മുട്ടയിടുന്നത്. താങ്ക് യു ആൻറ്റി, ഒരാളെങ്കിലും മനസ്സിലാവുന്നല്ലോ. സ്തോത്രം. കുയില് വന്നിട്ട് കാക്ക കൂട്ടിലാണ് വന്ന് മുട്ടയിടുന്നത്. സ്തോത്രം. അതെ, അതുകൊണ്ട് കാക്ക ഇത് എൻ്റെ മുട്ടയാണോ വല്ലവൻ്റെ മുട്ടയാണോ എന്നൊന്നും അറിയാതെ വാരി പിടിച്ചു വെച്ച് ഇങ്ങനെ അടയിരുന്ന ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോൾ കാക്ക മുട്ട പൊട്ടിയിട്ട് കാക്കക്കുട്ടി പുറത്തു വരും. കുയിലിൻ്റെ മുട്ട പൊട്ടിയിട്ട് കുയിൽക്കുട്ടിയും പുറത്തു വരും. ആദ്യം കുറേ നാളുകൾ ഇവിടെ ചിലർ മിണ്ടാതിരിക്കുന്ന പോലെ, അതെ, രണ്ട് കുട്ടികളും മിണ്ടാതിരിക്കും. കുറേ ദിവസം കഴിയുമ്പോൾ കാക്കക്കുട്ടി ഇപ്പൊ കേട്ട ആ ശബ്ദത്തിൽ കാക്കക്കുട്ടി ഏത് ശബ്ദത്തിൽ? കാക്ക ശബ്ദം ഇടും. അപ്പോഴേക്കും സ്തോത്രം ഈ അമ്മ മറ്റേ ഗ്രൂപ്പിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ആ കുട്ടികളെല്ലാം കൂടെ കാക്കക്കുട്ടിൽ അതാ നടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്താ ഞാൻ പറയുന്നതെന്ന്? കാക്കകളെല്ലാം കൂടെ എന്ന് പറയുമ്പോ കുട്ടികളെല്ലാം കൂടെ കാക്കയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. കാക്ക പറയും, മക്കളെ നമ്മുടെ വീട്ടിൽ അത് പറഞ്ഞൂടാ, നമ്മുടെ വീട്ടിൽ അത് പറയല്ല, നമ്മൾ വേറെ തറവാട്ടിൽപ്പെട്ടവരാണ്, അതുകൊണ്ട് മക്കൾ പറഞ്ഞേ കാക്ക. അപ്പോഴേ കുട്ടികൾ എന്തോ തിരിച്ചു പറയും, ഞാൻ പറഞ്ഞില്ല. പിലാത്തോസ് കൈ കഴുകിയതുപോലെ ഞാൻ കൈ കഴുകി. കുട്ടികളെല്ലാം എന്ന് കൂകുമ്പോ മൂന്നാലോക മഹായുദ്ധം ആരംഭിക്കും. മീനിങ് കാക്കകളെല്ലാം കൂടെ ഈ കുയിൽക്കുട്ടിയെ ഉപദ്രവിക്കും. എക്സാക്ട്ലി ഇതല്ലേ നമ്മുടെ ലൈഫിൽ ഉണ്ടായേ? അവരെ പോലെ ആയിരുന്നെങ്കിൽ അവരെ പോലെയല്ല നമ്മൾ. ദാവീദ് പറയും, എൻ്റെ സ്കിൻ കളർ അവരെ പോലെയല്ല, എൻ്റെ മുടിയുടെ നിറം അവരെ പോലെയല്ല, എൻ്റെ പലതും അവരെ പോലെയല്ല. അതുകൊണ്ട് എൻ്റെ അപ്പന് നാണക്കേടാണ്. എൻ്റെ വീട്ടിൽ ആരെങ്കിലും വിസിറ്റേഴ്സ് വരുമ്പോൾ ബാക്കി മക്കളെ നോക്കിയിട്ട് ഓഹോ ഇവര് എല്ലാം മക്കളാണല്ലേ. അപ്പോൾ ഈ ചെറുക്കനോ ഇളയവൻ അവനെ വീട്ടിന് പുറത്ത് ഒരു മാനേജറാക്കി വെച്ചു. പക്ഷെ അത് മറയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, പാപത്തെ കണ്ടെത്തിയല്ല മിനിസ്ട്രി കൊണ്ട് മറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് ആടുകളെ ഏൽപ്പിച്ച് വീടിന് പുറത്തുള്ള പെർമിസിലേക്ക് അങ്ങ് ദൂരെ കാട്ടിലേക്ക് ഇവനെ പറഞ്ഞു വിട്ടു. അപ്പോൾ കാട്ടിലുള്ള ഏതെങ്കിലും ദുഷ്ടമൃഗം വന്ന് ഇവനെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും എന്ന് വിചാരിച്ച് ഇവനെ ഒതുക്കാനായിട്ട് കുറച്ച് ആടുകളെ കൊടുത്ത് ഇവനെ അങ്ങ് ദൂരെ കാട്ടിലേക്ക് വിട്ടു. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, നിയോഗമുള്ളവനെ, അഭിഷേകമുള്ളവനെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. അവർ തിന്മയ്ക്കായി തന്നതായ ആ കാടിനെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പ്രാക്ടീസിങ് ഗ്രൗണ്ടാക്കി തീർത്തു. ആ കാട് അവൻ്റെ പ്രാക്ടീസിങ് ഗ്രൗണ്ടാക്കി. അവൻ്റെ മസിലുകൾ ബലപ്പെട്ടു വന്നു. അവൻ വർഷിപ്പ്, വാരിയർ വർഷിപ്പ്. ഞാൻ അടുത്ത് പറയുന്ന സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സഡസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടുഡേ ഈസ് വർഷിപ്പർ, ടുമോറോസ് വാരിയർ. ഹല്ലേലൂയ. come on, ഒരിക്കൽ കൂടെ പറയാം. ടുഡേ ഈസ് വർഷിപ്പർ, ടുമോറോസ് വാരിയർ. ഒരിക്കൽ കൂടെ പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ, ടുഡേ ഈസ് വർഷിപ്പർ, ടുമോറോസ് വാരിയർ. come on, today is worshipper,
ടുമോറോ വാരിയർ. ഹല്ലേലൂയ. അവന് സ്തോത്രം ഈ രണ്ട് ഓഫീസും ഒരുപോലെ കൈകാര്യം ചെയ്തു. ഒരു വശത്ത് ശക്തമായ ആരാധനയും മറുവശത്ത് ദൈവം തന്നെ അവനിതാ യുദ്ധാഭ്യാസം വരുത്തുകയാണ്. യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന ക്രമത്തിൽ ഇന്ന് രാത്രി ദൈവകൃപയാൽ യൂണിവേഴ്സിറ്റി അല്ല, പ്രൊഫസർ അല്ല, പാസ്റ്റർ അല്ല, സെമിനാരി അല്ല, പകരം സ്വർഗത്തിലെ ദൈവം ഈ തലമുറയിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത പലതിനു വേണ്ടി നിന്നെ പഠിപ്പിച്ചെടുക്കുവാൻ വേണ്ടി പോകുന്നു. എൻ്റെ നോട്ടിലില്ലാത്ത ഞാൻ പറയാം, ഉണ്ടായിട്ടില്ലാത്ത അന്ന് വരെ ഇല്ലാത്ത മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിനെ ഇൻവെൻറ്റ് ചെയ്ത് ദൈവത്തെ ആരാധിച്ചവനായിരുന്നു ഈ പുള്ളി. സോ അവന് ഒരു വശത്തവൻ വേർഷിപ്പറായിരുന്നു, മറുവശത്തവൻ യോദ്ധാവാണ്, അവനൊരു വാരിയറാണ്. ഇത് രണ്ടും സ്തോത്രം ഒരുപോലെ ഇങ്ങനെ പ്രബലപ്പെട്ട് ഒരു ദിവസം വീട്ടിൽ അവനെ വിളിച്ചു വരുത്തുകയാണ്. സ്പെഷ്യലി വിളിച്ചു വരുത്തി സീനിയറായിട്ടുള്ള പല ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ജൂനിയർ ചെറുക്കൻ്റെ മേൽ അഭിഷേക തൈലം വന്നു. എനിക്കവിടെ നിൽക്കാൻ നേരമില്ല, കാരണം സ്തോത്രം നമ്മുടെ ദൂതം മറ്റൊന്നാണ്. സോ അവൻ അഭിഷേകം പ്രാപിച്ചവൻ കാട്ടിലേക്ക് പോയി അതുവരെയും ഇല്ലാത്തത് ഈ അഭിഷേക തൈലം വന്നപ്പോൾ അവൻ്റെ മേൽ അതുവരെ ഇല്ലാത്ത പോരാട്ടം അവൻ്റെ നേരെ വന്നു. മനസ്സിലാക്കണം, സ്തോത്രം നിനക്ക് നേരെ വേറെ ആർക്കും ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ മനസ്സിലാക്കണം, വേറെ ആരും ചുമക്കാത്ത എന്തൊക്കെയോ നിൻ്റെ മേലുള്ളത് കൊണ്ടാണ്. അവൻ്റെ ജ്യേഷ്ഠന്മാരെ തേടി ഒരു കാട്ട് പൂച്ച പോലും വരാതിരിക്കുമ്പോൾ ഇവനെ തേടി കരടി വരുന്നു, ഇവനെ തേടി സിംഹം വരുന്നു. എന്താ, നിനക്കെന്തോ കുഴപ്പമുണ്ടല്ലോ, കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ വീട്ടിനത് വന്നത്, അതുകൊണ്ടാണ് നിനക്കത് വന്നത്, അതുകൊണ്ടാണ് നിൻ്റെ മക്കൾക്ക് എതിരെ വന്നത്. സ്തോത്രം എന്ന് പറയുന്നവരോട് തിരിച്ചു പറഞ്ഞാട്ടെ, വേറെ ആർക്കുമില്ലാത്ത റൈറ്റ് ഒരു അനോയിന്റിങ് എൻ്റെ മേലുള്ളത് കൊണ്ട് ഇനി ഈ വരുന്നത് എന്തായാലും അതിനെ കീറിക്കറവാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അറിയാം. അതുകൊണ്ടാണ് എൻ്റെ നേരെ അതിനെ അയച്ചത്. സോ അങ്ങനെ അവൻ മരുഭൂമിയിലൂടെ കടന്നുപോയി. മല്ലൻ്റെ തലവെട്ടി അവൻ കൊട്ടാരത്തിൽ കയറി. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഫസ്റ്റ് ലവ് അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു മീഖൽ. പക്ഷെ അവിടെ ദുഷ്ടനായ ഒരു അമ്മായിയപ്പനുണ്ടായിരുന്നു. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ആ ദുഷ്ടനായ ഒരു അമ്മായിയപ്പനുണ്ടായിരുന്നു. അവന് ഭാര്യ പിടിച്ചു വെച്ചിട്ട് അവനെ മരുഭൂമിയിലേക്ക് പിടിച്ചു തള്ളി. ഈ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. എന്തൊരു ശാന്തത. സോ ഫസ്റ്റ് ലവ് 8ാം ക്ലാസ് 7ാം ക്ലാസ് 9ാം ക്ലാസ് സ്തോത്രം. ഫസ്റ്റ് ലവ് വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ഫസ്റ്റ് ലവിലെ ഹൃദയം തകർന്ന് എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവൻ്റെ പ്രാണൻ ചൂടായി ഇവൻ മരുഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഈ അപ്പനും അമ്മയും കൊടുത്ത മരുഭൂമിയേക്കാൾ ഭയങ്കര ചൂടായിരുന്നു ഈ ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശൗല് വേട്ടയാടുന്ന മരുഭൂമി. അങ്ങനെ പ്രാണൻ ചൂടായി. അടുപ്പത്തിരിക്കുന്നതായ പ്രഷർ കുക്കറിനേക്കാൾ പലപ്പോഴും നിൻ്റെ പ്രാണൻ ചൂടായിട്ടുണ്ട്. ഈ പല സന്ദർഭങ്ങളിൽ ഞാൻ എന്നും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിൽ 19 സംസ്ഥാനങ്ങളിൽ മാറി എല്ലാ ദിവസവും ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാൻ കിടക്കുന്ന ട്രിവാൻഡ്രത്തെ കിടക്കേക്കാൾ കൂടുതൽ കിടക്കുന്നത് 365 ദിവസത്തിൻ്റെ മറ്റ് ഹോട്ടൽസിലും മറ്റ് സ്ഥലങ്ങളിലുമാണ്. ചിലപ്പോൾ ഹൃദയം തകർന്നു പോയാൽ, അല്ലെങ്കിൽ ഹൃദയം പൊട്ടി ഇന്ന് രാത്രി ചത്തുപോയാൽ നാളെ എന്തിനാ ഈ കതക് വെട്ടിപ്പൊളിച്ച് അവരെടുക്കുന്നത് എന്ന് വിചാരിച്ച് കതക് തുറന്നിട്ട് ഉറങ്ങിയ പല 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 ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ പ്രാണൻ ചൂടായി ഈ പുള്ളി മരുഭൂമിയിലിരിക്കുമ്പോൾ, ഈ പ്രാണൻ ചൂടായിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളത്തെ തണുപ്പിക്കാൻ ഒരു കൂട്ടുകാരൻ, ഒരു കണക്ഷൻ ദൈവം അവന് കൊടുത്തു. സ്തോത്രം. അത് അവിടെ ഒരു കിങ്ഡം കണക്ഷനായി അവിടെ ഒരു യോനാഥാൻ കയറി വന്ന്. അവൻ്റെ സാഹചര്യം മോശമാണ്. അവൻ കിടക്കുന്നത് കാട്ടിലാണ്. ചത്തുവെന്ന് വിചാരിക്കുക. ഡേഞ്ചറസ് സോണിലൂടെ അവൻ യാത്ര ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് കരടി വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിംഹം വന്നു. ഇനി എന്ത് വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ താൻ കടന്നുപോയപ്പോൾ പ്രാണ സ്നേഹിതൻ യോനാഥാൻ വന്നു. യോനാഥാൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രാണനെ തണുപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തലവേദനയാണ്. ഓ, അങ്ങനെയോ? കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രെയിൻ ട്യൂമർ വന്ന് ഇതേപോലെ ഇരുന്ന ആൾ തട്ടിപ്പോയത് എന്ന് പറയുന്ന പാർട്ടിയല്ല നമുക്ക് വേണ്ടിയത്. നീ താഴത്തെ കുളത്തിൽ ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ഒസാമ ബിൻ ലാദന്റെ അനന്തരോത്തി അല്ല നമുക്ക് വേണ്ടിയത്. ഓ കമോൺ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് സ്തോത്രം, നീ തട്ടിപ്പോകും എന്ന് പറയുന്നവനല്ല, അവൻ തണുപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം തട്ടിപ്പോകും എന്ന് പറയുന്ന ശബ്ദമല്ല, തണുപ്പിക്കുന്ന ശബ്ദമാണ് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. വീടല്ലേ ഉടനെ വെട്ടണം, ഇസബേലിനെ ഓടിച്ചിട്ട് വെട്ടണം. കാരണം ഞാൻ വളക്കൂറുള്ള ഒരു മണ്ണാണെന്നേ, ഞാൻ വളക്കൂറുള്ള മണ്ണ, അതിലൊരു കളയും വീഴുവാൻ സമ്മതിക്കല്ലേ. അപ്പൊ യോനാഥാൻ വന്ന് പറഞ്ഞത്, നീ തൊലഞ്ഞു പോവാടാ, ഈ കാട്ടിൽ നിന്ന് നീ വെളിയിൽ വരത്തില്ലടാ, നിന്റെ പരിപാടി തീരുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദർശനത്തിൽ കണ്ടടാ എന്നൊന്നുമല്ല യോനാഥാൻ പറഞ്ഞത്. ആത്മീയവർത്തനിക്കും പ്രബോധനത്തിന് ആശ്വാസത്തിനായി സംസാരിക്കുന്നതിന്റെ പേരാണ് പ്രവചനം. അല്ലാതെ തീവ്രവാദിയെ പോലെ മറിഞ്ഞിരുന്ന് ഭീഷണിപ്പെടുത്തുന്ന അല്ല പ്രവചനം. നോക്ക്, സ്തോത്രം. അങ്ങനെ യോനാഥാൻ വന്നിട്ട് പറഞ്ഞു, മക്കളെ സാരമില്ല കേട്ടോ, നീ എൻ്റെ സ്നേഹിതനാ, നീ അഭിഷേകം ചുമക്കുന്നവനാ, എൻ്റെ അപ്പനാണ് ശൗല്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, പുള്ളിയിൽ അഭിഷേകമൊന്നും ഇല്ല. അപ്പോൾ പുള്ളി ഒരു ടെമ്പററി സെറ്റപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷെ നീ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ പെർമനന്റ് സെറ്റപ്പിലാണ് നീ ഇരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ഇതെല്ലാം ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ശുശ്രൂഷിക്കുന്ന കുടുംബങ്ങളാണ്. പക്ഷെ ഇതൊരു മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടമെങ്കിൽ തലമുറ തലമുറയായി ദൈവകൃപയാൽ നിലനിൽക്കുന്നതാണ്. കണ്ടോ, ചിലർ കൈയടിച്ചില്ല. അവർ ചോദിച്ചു, അപ്പ ചെത്തുന്നതോ? ഏതായാലും വെട്ടിയില്ലല്ലോ. വെട്ടുന്നത് ശത്രുവാണ്, ചെത്തുന്നത് അപ്പനാണ്. ചെത്തുന്നത് നീ അധികം ഫലം കായ്പാൻ 2023-നേക്കാൾ 2024-നേക്കാൾ 2022-നേക്കാൾ 2020-നേക്കാൾ കഴിഞ്ഞ ഏതൊരു വർഷത്തെക്കാൾ മുൻപുള്ള ദിവസങ്ങളിൽ നീ അധികം 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 ഫലം കായ്പാൻ പോകുന്നു. യോനാഥാൻ വന്ന് പറഞ്ഞു, നീ തൊലഞ്ഞു പോകത്തില്ല, ഈ കാട്ടിൽ നീ ഇങ്ങനെ തുടരത്തില്ല. എൻ്റെ അപ്പൻ തട്ടിപ്പോകും, എൻ്റെ അപ്പൻ ആ സീറ്റിൽ നിന്ന് മാറും. അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. നീ രാജ്യത്തിൽ ഒന്നാമനാകും, മീനിങ് നീ രാജാവാകും. അത് ടെമ്പററി അല്ല, അത് പെർമനൻ്റ് ആണ്. ദാവീദേ സാരമില്ല. അപ്പോൾ ദാവീദ് അങ്ങേയറ്റത്തെ ഡിപ്രഷനിൽ കിടക്കുക. 1 ശമൂവേൽ 20:3, ഞാനും മരണവുമായി ഒരടി അകലം മാത്രം, ഞാനും മരണവുമായി ഒരടി അകലം മാത്രം, ഇനി ഞാൻ ചത്തു, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ഡീപ്പ് ഡിപ്രഷനിൽ ദാവീദ് കിടക്കുമ്പോഴാണ് യോനാഥാൻ എന്ന് പറയുന്നത്, നോ, ഈ അടുത്ത കാലത്ത് എങ്ങും നീ തട്ടിപ്പോകത്തില്ല. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ദൂത് അതാണ്. അപ്പോഴാണ് അവർ ചോദിച്ചത്, അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ മരിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ചതോ? 2700 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ച ഒരുത്തനുണ്ട്, അവൻ ഇന്ന് രാത്രിയിൽ മരിച്ചിട്ടില്ല. 2700 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ മതി യഹോവേ എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പുള്ളി ഇന്ന് രാത്രി മരിച്ചിട്ടില്ല. അവന്റെ പേരാണ് ഏലിയാവ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മരണം ആഗ്രഹിച്ചവർ മരിച്ചാൽ മതി എന്ന് പറഞ്ഞവർ ഈ അടുത്ത കാലത്ത് എങ്ങും തട്ടിപ്പോകത്തില്ല. ഭയങ്കര പദ്ധതികൾ നിന്നിലൂടെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കാൻ പോവാണ്. സോ എങ്ങനെയെങ്കിലും ഞാൻ തട്ടിപ്പോകുമെന്ന് പറയുന്ന അവന്റെ അടുക്കലേക്കാണ് യോനാഥാൻ എന്ന് പറയുന്നതിനോ, ഈ കാട്ടിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവാ, നിന്റെ അവസ്ഥ മാറാൻ പോവാ. പക്ഷെ ഈ പുള്ളി ഉണ്ടല്ലോ, ഈ ദൂത് കറക്റ്റാ പറഞ്ഞ, നീ ഒന്നാമനാകും, പക്ഷെ ഞാൻ രണ്ടാമനാകുവേ. എന്നിട്ട് അവൻ പറഞ്ഞു, ബൈ, ഞാൻ അപ്പൻ്റെ കൊട്ടാരത്തിൽ പോവുക. എടാ മന്ദബുദ്ധി, നീ ആ കൊട്ടാരത്തിൽ പോകാതെ ഈ ചെറുക്കൻ്റെ കൂടെ കാട്ടിലിരുന്നെങ്കിലേ വേദോത്സവത്തിൻ്റെ സ്റ്റോറി മറ്റൊന്ന് നോക്കാമായിരുന്നു. ഒരിക്കൽ കൂടെ നീ ആ കൊട്ടാരത്തിൽ പോകാതെ ഈ ദാവീദിൻ്റെ കൂടെ ഇരുന്നിരുന്നെങ്കിൽ ബൈബിളിൽ നിന്റെ സ്റ്റോറി, യോനാഥാൻ്റെ സ്റ്റോറി മറ്റൊന്നാകുമായിരുന്നു. പക്ഷെ അവൻ വില കൊടുത്തില്ല. സുഖിയന്മാരെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. കമോൺ, കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല ദൈവം ഉപയോഗിക്കുന്നത്. അവൻ കൊട്ടാരത്തിൽ പോയില്ല, അവനെ കാട്ടിൽ തുടർന്നില്ല, അവൻ കൊട്ടാരത്തിൽ പോയി. ഒരിക്കൽ കൂടെ അവൻ കാട്ടിൽ തുടർന്നില്ല, അവൻ തൻ്റെ കംഫർട്ട് സോണ് തേടി അവൻ കൊട്ടാരത്തിൽ പോയി. സോ പിന്നെ ദാവീദ് അറിയുന്നത് ഭയങ്കര യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ സ്തോത്രം ശൗലും മരിച്ചു, യോനാഥാനും മരിച്ചു. ശൗലും മരിച്ചു, യോനാഥാനും മരിച്ചു. നിങ്ങൾക്കറിയാം, ബാക്കി വീട്ടിൽ പോയി വായിച്ചു നമുക്ക്. ഓട്ടോമാറ്റിക്കലി ദാവീദ് ആരിൽ നിന്നും പിടിച്ചെടുത്തതല്ല, ദാവീദ് ആരിൽ നിന്നും തട്ടിയെടുത്തതല്ല. സ്തോത്രം, തട്ടിയെടുത്താൽ ഒന്നും നിലനിൽക്കത്തില്ല. എന്നാൽ കർത്താവ് നിനക്ക് തന്നാൽ ആർക്കും തട്ടിയെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശൗലിൽ നിന്ന് അവൻ തട്ടിയെടുത്തതല്ല. തട്ടിയെടുക്കാൻ പല അവസരങ്ങൾ ലഭിച്ചു, പക്ഷെ അവൻ തട്ടിയെടുത്തതല്ല. ദൈവം സൂപ്പർ നാച്ചുറലി ആർക്കാണ്ട് ഏതാണ്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ ആർക്കാണ്ട് വേണ്ടി സൂപ്പർ നാച്ചുറലി പലതും കർത്താവ് ക്രമീകരിക്കുകയാണ്.
ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും ലഭിക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പോയിന്റ് നമ്പർ 1 2 3 4 5 സൂപ്പർ നാച്ചുറലി ഈ വർഷത്തിന്റെ അവസാനത്തെ കർത്താവ് സൂപ്പർ നാച്ചുറലി നിനക്ക് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. ഗെറ്റ് റെഡി. ഇതൊരു കാത്തിരിപ്പിന്റെ വർഷമല്ല, ഒരു സെലിബ്രേഷൻ അനുഭവിച്ചിട്ട് മാത്രമേ ഡിസംബർ മാസം 31 തീയതി നിനക്ക് അതേ വർഷാന്ത്യ മീറ്റിങ്ങിന് കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. സോ സൂപ്പർ നാച്ചുറലി ആ സിംഹാസന കർത്താവ് ഒരുക്കി ദാവീദ് രാജാവായി തീർന്നു. ഒന്നാമതായി പെട്ടകം കൊണ്ടുവന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവന് വേണ്ടിയത് ചന്തയല്ല, അവൻ ആദ്യം വേണ്ടിയത് ഖജനാവല്ല, അവൻ ആദ്യം വേണ്ടിയത് ആർമിയല്ല. ഒരിക്കൽ കൂടെ, അവൻ ആദ്യം വേണ്ടത് ബിസിനസ്സല്ല, പൈസയല്ല, ആർമിയല്ല, അവന് വേണ്ടിയത് കർത്താവാണ്. അതുകൊണ്ട് ഒന്നാമതായി അവൻ പെട്ടകം കൊണ്ടുവരാനുള്ള പരിപാടി ചെയ്തു. അതെല്ലാം ഓരോ പ്രസംഗമാണ്. പിന്നെ പാസ്റ്റർ എടുത്ത് ചോദിച്ചേ സ്തോത്രം. എന്നിട്ട് ആരംഭ ദിവസങ്ങളിൽ തന്നെ അവൻ മനസ്സിലാക്കി, ഞാൻ ഇത്രത്തോളം കയറി വരാൻ എന്നെ സഹായിച്ച ചിലരുണ്ട്, ഞാൻ ഇത്രത്തോളം കയറി വരാൻ എന്നെ സഹായിച്ച പലരുണ്ട്. അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, നന്ദിയുള്ളവരായിരിക്കും. ഒന്ന് പറഞ്ഞേ, നന്ദിയുള്ളവരായിരിക്കും. ഹല്ലേലൂയ, നന്ദിയുള്ളവരായിരിക്കും. സ്തോത്രം. ഞാൻ ഇത്രത്തോളം കയറി വരാൻ എന്നെ സഹായിച്ച ചിലരുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഇരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ, എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്ന. അപ്പം നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അങ്ങനെയെങ്കിൽ നല്ല കാലത്ത് കൂടെ ഇരിക്കുന്നവരാരാ? ഫാൻസ്. നല്ല കാലത്ത് ഫാൻസ് കൂടെ ഇരിക്കും, കഷ്ടകാലത്ത് ഫ്രണ്ട്സ് കൂടെ ഇരിക്കും. സിഡ്നിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കല്ല, തലയിൽ നിന്ന് ഹൃദയത്തോട്ട് വരട്ടെ. ലൈഫിൻ്റെ കരയിൽ പിടിച്ചിട്ട് ആ മത്സ്യം കണക്ക് പിടയുമ്പോൾ ആരെങ്കിലും കൂടെ ഇരിക്കുന്നെങ്കിൽ അവനാണ് ഫ്രണ്ട്. ഡീപ്പ് ഡിപ്രഷനിൽ മരുഭൂമി കിടക്കുക, അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, വീട്ടുകാർക്കാർക്കും വേണ്ട, ലോൺലി മാൻ, നിശബ്ദതയിൽ കിടക്കുക. വളരെ മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഞാൻ പറയുന്നത്. നിശബ്ദതയിൽ കിടക്കുക, അപ്പനുമില്ല, അമ്മയില്ല, വേറെ ആരുമില്ല, വീട്ടുകാർക്ക് വേണ്ട, അങ്ങനെ നിശബ്ദതയിൽ കിടക്കുക. പക്ഷേ സഹോദരന്മാരെ, വേദപുസ്തകത്തിലെ എല്ലാ ഭയങ്കര ചലനങ്ങളും, വലിയ ചലനങ്ങൾ ആരംഭിച്ചത് നിശബ്ദതയിൽ നിന്നാണ്. എല്ലാ വലിയ ചലനങ്ങൾ ആരംഭിച്ചത് നിശബ്ദതയിൽ നിന്നാണ്. ആ സമയത്ത് തൻ്റെ ഉള്ളത്തെ തണുപ്പിപ്പാൻ ഒരു ഫാനല്ല, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു യോനാഥാൻ. ഓ യോനാഥാനെ, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് തളർന്ന് ഞാൻ താഴെ പോകുമായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, സ്തോത്രം. മനസ്സ് തളർന്ന് താഴെ പോകുമായിരുന്നു. ഈ ശരീരം തളരുന്നതിനേക്കാൾ ഡേഞ്ചറസ് ആണ്. എഴുതിയിട്ട് കാണാതെ പഠിക്കുക, 10 പ്രാവശ്യം എഴുതിയിട്ട് കാണാതെ പഠിക്കുക. ശരീരം തളരുന്നതിനേക്കാൾ ഡേഞ്ചറസ് ആണ് മനസ്സ് തളരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ മനസ്സ് തളരല്ലേ. കാരണം ഇന്നലത്തെക്കാൾ നാളെ നല്ലതാക്കി തീർപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. കമോൺ, മനസ്സ് തളരല്ല. ഹല്ലേലൂയ. ഏറ്റവും ബെസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുക. ഇറ്റ്സ് എ ഗോഡ് ഓഫ് മിറക്കിൾസ്. ഓ, ഞാൻ പറയുന്നത് സ്റ്റോറി അല്ല, ഞാൻ പറയുന്നത് ടെസ്റ്റ് മണിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ മനസ്സ് തളരല്ല. അപ്പോൾ മനസ്സ് താഴെ പോയ സന്ദർഭത്തിൽ തൻ്റെ കൂടെ വന്നിരുന്ന് എൻകറേജ് ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു, ഒരു യോനാഥാൻ. അതുകൊണ്ട് താൻ പെട്ടെന്ന് ഇക്കാലത്താണെങ്കിൽ പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തി തൻ്റെ ഡിപ്ലോമേറ്റ്സിനെ എല്ലാവരെയും കൂട്ടി, തൻ്റെ മന്ത്രിയെയും തൻ്റെ ഡെർബോർ ഹാളിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, ആരവിടെ? ഞാൻ യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടത്. ശൗൽ ആരാ? എൻ്റെ അമ്മായിയപ്പനാ, പറഞ്ഞിട്ട് കാര്യമല്ല, എൻ്റെ ശത്രുവായിരുന്നു. വർഷങ്ങളായി എന്നെ കൊല്ലാൻ വേണ്ടി നടന്നതാ. ഒരു ചെല്ലിനെ പോലെ എന്നെ കാട്ടിൽ വിരട്ടിയവനാണ് ശൗല്. പക്ഷേ ശൗലു ശത്രുവിന്റെ കുടുംബമെങ്കിലും യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന്. വായ്, നീ എന്തിനാ ദയ കാണിക്കുന്നത്? ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി ദയ ഞാൻ അനുഭവിച്ചതാ. ദയ, ഞാൻ കൃപ, ഗ്രേസ്, ഫേവർ ഞാൻ ഒത്തിരി അനുഭവിച്ചതാ. കർത്താവിൽ നിന്ന് ഫേവർ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങളെ ഉയർത്തി 30 സെക്കൻഡ്. come on.
എൻ്റെ അപ്പൻ രാജാവല്ല, എൻ്റെ വലിയപ്പച്ചൻ രാജാവല്ല, എൻ്റെ വീട്ടിൽ ആരും രാജാക്കന്മാരല്ല. ഞങ്ങളെല്ലാവരും ആടിനെയും മാടിനെയും ഒക്കെ വളർത്തി ഇങ്ങനെ നടന്ന ഷെപ്പേർഡ് കുടുംബമാണ്. പക്ഷേ സ്തോത്രം, ആ ഷെപ്പേർഡ് കുടുംബത്തിൽ നിന്ന് എന്നെ ഇതാ ദൈവം രാജാവാക്കി തീർത്തു. യേശുവിൻ്റെ നാമത്തിൽ ആരെയോ നോക്കി ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ ബന്ധുക്കളുടെ നടുവിൽ, നിന്റെ സ്വന്തക്കാരുടെ നടുവിൽ നിന്റെ സ്റ്റാൻഡേർഡിനെ അവൻ റേസ് ചെയ്ത് അവർ തല ഉയർത്തി നോക്കത്തക്ക വിധത്തിൽ അർഹതയില്ലാത്ത സ്ഥാനത്ത്, അണ്ടർലൈൻ ചെയ്, അർഹതയില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ മക്കളെ, നിന്റെ കൊച്ചുമക്കളെ ദൈവം ഇരുത്താൻ പോവാണ്. അതുകൊണ്ട് അത്ര പ്രാപിച്ചത് കൊണ്ട് അവൻ പറഞ്ഞു, സ്തോത്രം, അതെ, അത്ര പ്രാപിച്ചത് കൊണ്ട് ഈ പുള്ളി പറഞ്ഞു, യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരുത്തൻ വന്നു, അവൻ്റെ പേര് സീബ എന്നാണ്. വീട്ടിൽ പോയി പഠിച്ചു നോക്കുക സീബയെ കുറിച്ച്. സീബ എന്ന് പറഞ്ഞാൽ യൂദയുടെ കസിനാണെന്ന് തോന്നുന്നു. യൂദ കർത്താവിനെ കാണിച്ചു കൊടുത്തത് യൂദയെ പോലെ. അപ്പൊ ഇവൻ വിചാരിച്ചത് ഈ രാജാവ് ചോദിക്കുന്നത് വളർത്താനല്ല, കൊല്ലാനാ. അപ്പൊ ഇവനെ കാട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് ഇനാം കിട്ടും എന്ന രീതിയിലാണ് അവൻ വരുന്നത്. ഓ കമാൺ. ഈ സീബ ജീവിക്കുന്നത് ഈ യോനാഥാന്റെ മോനെ കൊണ്ടാ ജീവിക്കുന്നത്. നിങ്ങളെ കൊണ്ട് വേറെ ചിലർ ജീവിക്കുക. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഈ രണ്ട് രീതിയിൽ ആൾക്കാർ നിന്നോട് പറ്റി നിൽക്കുന്നുണ്ട്. ഇത്തിളുമുണ്ട്, ഓർക്കിഡുമുണ്ട്. കമോൺ. ഇവിടെ ഇത്തിളല്ലയോ പറയുന്നേ? ഇവിടെ ഇത്തിളെന്നല്ലയോ പറയുന്നേ? ഇത്തിള അല്ല, ഇത് കേട്ടിട്ടില്ലാത്ത പോലെ ബോട്ടണി ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഓ കമോൺ. ഇത്തിളുമുണ്ട്. ഇത്തിളാണെങ്കിൽ നിന്റെ കൂടെ വന്ന് പറ്റുകയാണെങ്കിൽ നിന്നെ അങ്ങ് ഊറ്റും. അവനങ്ങ് വലുതാകും. യെരൂശലേം, യഹൂദിയ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളം എന്ന പോലെ അവരങ്ങ് വലുതാകും, നീ അങ്ങ് ചെറുതാകും. എന്നാൽ ഓർക്കിഡ് ആണെങ്കിൽ അല്പമേ എടുക്കത്തുള്ളൂ, പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്യുക. അടുത്തിരിക്കുന്നവരോട് ചോദിക്കല്ല, ഇത്തലാണോ ഓർക്കിഡാണോ ഒന്നും ചോദിക്കല്ല. ഞായറാഴ്ച വീണ്ടും വരേണ്ടതാണ്. കമോൺ, ചോദിക്കല്ല ആൻറ്റി, ചോദിക്കല്ല പ്ലീസ്. ഞാൻ പണിയാനാ വന്ന, പൊളിക്കാനല്ല വന്നേ. സോ നോക്ക്. പക്ഷെ സീബ ഒരു ഇത്തിളായിരുന്നു. ഈ യോനാഥാന്റെ മോനെ ഒരു കറവ പശുവാക്കി അങ്ങ് ജീവിക്കുക. പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഓഹോ, ഇവൻ്റെ 50 കിട്ടത്തുള്ളൂ. ഇവനെ കാണിച്ചു കൊടുത്ത് 50,000 കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി ഓടി വന്നിട്ട് പറഞ്ഞത്, ഇതാ ഒരുത്തനുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് നിന്നെ പൊളിക്കുന്ന സീസണല്ല, ഇത് കൃപ കാണിക്കുന്ന സീസണായതുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുന്ന സകല ചിന്താഗതികളെ കർത്താവ് മാറ്റിയിട്ട്, ഒരിക്കൽ കൂടെ, മനുഷ്യൻ ചിന്തിക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിയിട്ട് അവൻ്റെ ഡിവൈൻ ഫേവർ തുലാവർഷം പോലെ, ഇടവപ്പാതി പോലെ നിന്റെ മേൽ പെയ്തിറങ്ങുവാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഓഹോ അങ്ങനെയാണെങ്കിൽ അവനെ കൊല്ലാനല്ല ഞാൻ ചോദിച്ചു, എവിടെയാ താമസിക്കുന്നത്? അപ്പോൾ സീബ പറഞ്ഞു, അവൻ താമസിക്കുന്നത് അങ്ങ് ലോദേബാൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ജീവിക്കുന്നത്. ലോദേബാൻ എത്ര പേർ കേട്ടിട്ടുണ്ട്? ലോദേബാൻ കേട്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ലോദേബാൻ. ഈ ആൻറ്റി ബൈബിൾ വായിക്കുന്നവളാണല്ലോ. കമോൺ, ഹല്ലേലൂയ. ലോദേബാൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ പ്ലേസ് ആണ്. ലോദേബാൻ ഒരു ഫെമിലിയർ സ്ഥലമല്ല. നമുക്ക് ബത്തേൽ, സ്തോത്രം, ശീലോം തുടങ്ങി ജെറുസലേം ധാരാളം നൂറുകണക്കിന് ഫെമിലിയർ പ്ലേസ് ഉണ്ട്. പക്ഷേ ലോദേബാൻ ഒരു ഫെമിലിയർ പ്ലേസ് അല്ല, അതൊക്കെ ഇൻറ്റീരിയർ പ്ലേസ് ആണ്. അവിടെ പച്ചയെന്ന് പറയുന്ന ഒരു സാധനമില്ല, നല്ലൊരു വൃക്ഷമില്ല, നല്ലൊരു ചെടിയില്ല, നല്ലൊരു കുറ്റിച്ചെടിയില്ല, നല്ലൊരു പുല്ല് പോലുമില്ല. ഉണങ്ങിയ സ്ഥലമാണ്. മുഴുവൻ പൊടിയും മണൽക്കാറ്റുമാണ്. മരുഭൂമി പോലെ. സ്തോത്രം. അതെ, സൗദി അറേബ്യയിലോ ഖത്തറിലുള്ള ഇൻറ്റീരിയർ മരുഭൂമി പോലെ. പച്ചിപ്പ് എന്ന് പറയുന്ന സാധനമില്ല. അവിടെ ചുറ്റും നോക്കുമ്പോൾ പഴുത്ത് കിടക്കുന്ന മണലാണ്. അവിടെ വീശുന്നത് ഭയങ്കര ചൂടേറിയ കാറ്റാണ്. എക്സ്ട്രീം ഹോട്ടും എക്സ്ട്രീം കോൾഡുമാണ്. പകലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ രാത്രിയിൽ എക്സ്ട്രീം കോൾഡായിരിക്കും. അവിടെ ആരും പോയി താമസിക്കത്തില്ല. പക്ഷെ ഇവിടെ യോനാഥാന്റെ മോൻ ഒളിച്ച് താമസിക്കുകയാണ്. ശ്രദ്ധിക്കുക, കേൾക്കുന്നല്ലോ അല്ലേ? കഥയല്ല ഞാൻ പറയുന്നത്, ദൂതാ പറയുന്നത്. ഇവൻ ഒളിച്ച് താമസിക്കുക. എന്തിനാ ഒളിച്ച് താമസിക്കുന്നത്? യോനാഥാന്റെ മോനെ, നീ എന്തിനാടാ ഒളിച്ച് താമസിക്കുന്നത്? ഡോ ശൗലിന്റെ കൊച്ചുമോനെ, യോനാഥാന്റെ മോനെ, നീ എന്താ ഒളിച്ച് താമസിക്കുന്നത്? അതെ എൻ്റെ സ്റ്റോറി ഒരു വല്ലാത്ത സ്റ്റോറിയാ. ഒളിച്ച് താമസിച്ച പറ്റത്തുള്ളൂ കേട്ടോ. കാരണം പുതിയ രാജാവ് ആരെന്നറിയോ? ഭയങ്കര വീരശൂര പരാക്രമിയാ.
സിംഹത്തെ വലിച്ചു കീറിയവനാ, കരടിയെ ഒറ്റയടിക്ക് കൊന്നവനാ, അതേ മല്ലനെ അതേ ഒറ്റ കല്ലിനെ ക്ലീൻ ബൗൾഡാക്കി. കണ്ടോ, ഇത്രയും നേരം സ്തോത്രം പറയാത്ത അതിന് മാത്രം സ്തോത്രം. ഇതുപോലൊരു ജാതി ഉണ്ടോ കർത്താവേ? ഒറ്റ കല്ലിന് മല്ലനെ സ്തോത്രം നിലത്ത് വീഴ്ത്തി അവന്റെ വാളുകൊണ്ട് അവന്റെ തലയെ വെട്ടിയെടുത്ത് അതെ നേടിയവൻ. എൻ്റെ വലിയപ്പച്ചനെ പോലെയല്ല, എൻ്റെ അപ്പനെ പോലെയല്ല, ഭയങ്കര വീര ശൂര പരാക്രമിയ കൊട്ടാരത്തിയിരിക്കുന്ന രാജാവ്. അതുകൊണ്ട് പുതിയ ഡൈനാസ്റ്റി വന്നാൽ പഴയ ഡൈനാസ്റ്റിയിലുള്ള എല്ലാവരും വെട്ടിക്കൊന്നുകളയും. പുതിയ രാജ വന്ന പഴയ രാജകുടുംബത്തിലുള്ള ആരും ജീവനോടെ വെക്കത്തില്ല, എല്ലാവരെയും കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ ഇങ്ങ് ലോദേബാനിൽ ഒളിച്ചു പാർക്കുകയാണ്. റിയലി ലോദേബാനിൽ നീ ഒളിച്ചു പാർക്കുക? ഞാൻ ഒളിച്ചു പാർക്കുക. എന്തോ മോൻ്റെ പേര്? മോൻ്റെ പേരെന്നാടാ? മെഫിബോശെത്ത്. റിയലി മെഫിബോശെത്ത് നല്ല പേരല്ലല്ലോടാ. റോയൽ ഫാമിലിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ രാജാവിൻ്റെ കൊച്ചുമോനാ, പറഞ്ഞിട്ട് കാര്യമില്ല. മെഫിബോശെത്ത് നല്ല പേരല്ല. ഒരു കുഞ്ഞിനെ എൻ്റെ അടുക്ക കൊണ്ടുവന്ന് അവൻ്റെ പേരിനെ മെഫിബോശെത്ത് എന്ന് പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല. മെഫിബോശെത്ത് എന്ന അതേ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്ന നാറ്റക്കേസ്. സ്റ്റിങ് ഇൻ യുവർ മൗത്ത്. നാറ്റക്കേസ്. നിന്റെ ബന്ധുക്കളിൽ അങ്ങനെയല്ലേ നിന്നെക്കുറിച്ച് പറഞ്ഞേ? അവളൊരു നാറ്റക്കേസ്, അവനൊരു നാറ്റക്കേസ്. കമാണ്. ഈ ഇൻട്രഡക്ഷൻ നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് മേലോ ഈ വിത്തിനെ കണ്ണുനീരിൽ വിതച്ച് കണ്ണുനീരിൽ കുതിർത്തൊന്ന് വിതയ്ക്കാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി ഒരാമയും പറഞ്ഞു മക്കളെ. ഹല്ലേലൂയ. മെഫിബോശെത്ത് എന്ന് പറഞ്ഞാൽ നാറ്റക്കേസ് എന്നാണ്. നാറ്റക്കേസ്. അവനെക്കുറിച്ച് പറയാതിരിക്കുക നല്ലത് എന്നാണ് നിന്റെ കസിൻസ് പറഞ്ഞു. അവളെക്കുറിച്ച് പറയാതിരിക്കുക നല്ലത്, ആ വീട്ടുകാരെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത് എന്നാണ് ചർച്ച പോലും സമൂഹം പോലും പറഞ്ഞത്. ഇവനിതാ നാറ്റക്കേസായി അങ്ങ് സ്തോത്രം ദൂരെ ലോദേബാനിൽ കിടക്കുകയാണ്. എടോ മെഫിബോശെത്തേ, പറ നിന്റെ സ്റ്റോറി പറ. നമുക്ക് ഒരുമിച്ച് എക്സർസൈസായി സഭയായി ഒരുമിച്ച് ലോദേബാനിലേക്ക് പോയി മെഫിബോശെത്തിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുക. ലോദേബാനിലേക്ക് പോകാം. ആ പൊടി, അഴുക്ക്, മണൽ, കാറ്റ്, ഒറ്റപ്പെട്ട സ്ഥലം, ഭയങ്കര ചൂട്. അങ്ങനെ ലോദേബാനിലേക്ക് ചെന്നപ്പോൾ അവിടെ അവന് സ്തോത്രം ഒരു ചെറിയ കുടില് പോലെയുള്ള ഭിക്ഷക്കാരിലായ ഒരു ചെറിയൊരു വീട്ടിൽ ഈ ചെറുക്കൻ ഇരിക്കുക. സാധാരണ കയറി ചൊല്ലുമ്പോൾ അത് എഴുന്നേക്കേണ്ടതാ, പക്ഷെ എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇവന് എഴുന്നേക്ക ബലമില്ലാതെ ഈ പുള്ളി അങ്ങ് ഇരുന്നു പോയി. ആരൊക്കെ ഇരുന്നു പോയവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. വിഷയങ്ങൾ വന്നങ്ങ് ഇരുന്നു പോയി. പിന്നെ 2 കാല് മുടന്തനാണ്. എടാ നീ എങ്ങനെയാ മുടന്തനായത്? അയ്യോ, എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുടന്തനായതല്ല. 5 വയസ്സ് വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ശൗലിൻ്റെ കൊട്ടാരത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ വലിയപ്പച്ചൻ രാജാവായിരുന്നു. രാജാവിൻ്റെ മോനാ ഞാൻ, മെഫിബോശെത്ത്. ഞാൻ നാട്ടിലുള്ള ഏറ്റവും ഡിമാൻഡ്ഫുള്ളായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. രാജ്യത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള 3ാം ജനറേഷനിൽ 3ാം തലമുറയിൽ ഏറ്റവും ഡിമാൻഡുള്ള കുട്ടിയായിരുന്നു ഞാൻ. 5 വയസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. 5 വയസ്സ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയ, UKG പോയ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? UKG പോയ ആരും പോയിട്ടില്ലയോ? UKG ഹല്ലേലൂയ. ഒരു UKG ഇങ്ങ് തുടങ്ങിയല്ലോ നമുക്ക്. സ്തോത്രം. UKG പോയ ഓർമ്മയുണ്ട്? കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. യെസ്, UKG. സോ ഈ ചെറുക്കന് ഓർമ്മയുണ്ട്. ആ സ്റ്റേജിൽ ഓടി കയറിയത്, വലിയപ്പച്ചൻ വന്ന് വാരി പുണരുന്നത്, വലിയപ്പച്ചൻ്റെ സിംഹാസനത്തിൽ വലിയപ്പച്ചൻ ഇരിക്കുമ്പോൾ ആ ചെറുക്കനെ കൂടെ ഇരുത്തുന്നത്. ശൗല് ഓരോ കാര്യം ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ ചെറുക്കന് പാലും പഴവും ഒക്കെ കൊടുക്കുന്നത്, അവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. സ്തോത്രം. അതെ, ശൗലിൻ്റെ പട്ടുമെത്തയിൽ കൊണ്ടുപോയി അവനെ കിടത്തുന്നത്. സ്തോത്രം. അങ്ങനെ ഭയങ്കര ഡിമാൻഡ്ഫുള്ളായിട്ടാണ് ഈ ചെറുക്കൻ കൊട്ടാരത്തിലാണ് വളർന്നത്. കൊട്ടാരത്തിൽ സിൽവർ സ്പൂൺ, ഗോൾഡൻ പ്ലേറ്റ്, ഗോൾഡൻ സ്പൂൺ, സിൽവർ പ്ലേറ്റ്, ഏറ്റവും നല്ല ആഹാരം, ഏറ്റവും നല്ല കൊട്ടാരം. ലൈഫ് ഇങ്ങനെ തന്നെ ബ്യൂട്ടിഫുൾ, ലൈഫ് ഇങ്ങനെ തന്നെ ഏറ്റവും കംഫർട്ടബിൾ, നല്ല ലൈഫ്, എല്ലാം സെറ്റിലായി, നല്ല ജീവിതം, എല്ലാം നന്നായിരിക്കുന്നു. റോയൽ ലൈഫ്. ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ജീവിക്കണം. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, എന്തോ ഒരു ലൈഫ്. ഹല്ലേലൂയ. ദുഃഖം, ഭാരം, പ്രയാസമൊന്നുമില്ല. സ്തോത്രം. അതെ, സഫറിങ് ഗോസ്പൽ കാണുന്നവനെ ഞാൻ ഓടിച്ചെടുത്ത് ടിഷ്യം എന്ന് പറഞ്ഞ് കൊല്ലുമായിരുന്നു. കാരണം എൻ്റെ ലൈഫിന് സഫറിങ് ഒന്നുമില്ല. ഞാൻ കൊട്ടാരത്തിൽ സ്തോത്രം അതെ ജീവിക്കുകയാണ്. എനിക്കൊരു കുറവില്ല. സ്നേഹിക്കാൻ എൻ്റെ വലിയ
വലിയപ്പച്ചനുണ്ട്, കരുതുന്ന നല്ലൊരു അപ്പനുണ്ട്. ഞാൻ റോയൽ ഫാമിലിയാണ്. പക്ഷെ മനസ്സിലാക്കണം, സ്തോത്രം, അതെ, ഒറ്റ മെഡിക്കൽ റിപ്പോർട്ട് മതി ലൈഫ് തകിടം മറിയാൻ. ഓ കമാൻ, ഹലോ, 24 മണിക്കൂർ വേണ്ട, ഒരു മുട്ടത്തോട് പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കല്ലേ. നമ്മൾ അവനെ പിടിക്കുന്നതിനേക്കാൾ അവൻ കൈ ഉയർത്തി പറയണം, അപ്പച്ച എന്നെ പിടിച്ചോളണേ, എന്നെ പിടിച്ചോളണേ, എന്നെ പിടിച്ചോളണേ, എന്നെ പിടിച്ചോളണേ, എന്നെ പിടിച്ചോളണേ. കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ അവനെ പിടിച്ചാൽ ചിലപ്പോൾ വിടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവൻ നമ്മെ ഒന്ന് പിടിച്ചാൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് സ്തോത്രം, എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നവർ ഒരിക്കലും അഹങ്കരിക്കില്ല. പണമാകട്ടെ, മക്കളാകട്ടെ, കുടുംബമാകട്ടെ, ജീവിതമാകട്ടെ, ഈവൻ ദൈവകൃപയാകട്ടെ, ശുശ്രൂഷയാകട്ടെ, ലോകത്തിലുള്ള ഒന്നിലും അഹങ്കരിക്കല്. കേൾക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ കുടുംബത്തിൽ, അങ്ങനെ കൊട്ടാരത്തിൽ എല്ലാം ഉള്ളവനായി മെഫീബോശെത്ത് അമേസിംഗ് ആയി ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 5 വയസ്സ് വരെ അവനിങ്ങനെ ജീവിക്കുകയാണ്. നല്ല കരുതുന്ന അപ്പനുണ്ട്, സ്നേഹിക്കുന്ന വലിയപ്പച്ചനുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ വലിയപ്പച്ചൻ്റെ ഒരു ദിവസം ഈ യുദ്ധത്തിന് പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയപ്പച്ചൻ ഓടി വന്ന് ഇങ്ങനെ പറഞ്ഞു, മകളെ അത്യാവശ്യമായി വലിയപ്പച്ചൻ ഒരു സ്ഥലം വരെ പോവാം, പെട്ടെന്ന് വന്ന് കാണാം കേട്ടോ. അപ്പോഴേക്കും അപ്പനും അതേപോലെ യുദ്ധത്തിന് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വന്ന്, ടാറ്റാ പാപ്പായി വരുമ്പോൾ സ്തോത്ര ബോണ്ട മേടിച്ചിട്ട് വരാം കേട്ടോ, ഓന് കരയാതിരിക്കണേ, വലിയപ്പച്ചനും ഞാനും കൂടെ പോവുകയാണേ. അങ്ങനെ വലിയപ്പച്ചനും അപ്പനും സ്തോത്രം ബൈ പറഞ്ഞ് ഈ 5 വയസ്സുകാരൻ ചെറുക്കനിൽ നിന്ന് ബൈ പറഞ്ഞു പോയി. അവരെ നോക്കി, ജനലിലൂടെ നോക്കി 5 വയസ്സുകാരൻ മെഫീബോശെത്ത് ഇങ്ങനെ നോക്കി നിന്ന് കാണാം. അപ്പം പോവാണ്, വലിയപ്പച്ചനും പോവാണ്. അവരെ കുതിരപ്പുറത്ത് കയറി അവർ പോവുകയാണ്. പക്ഷെ പിന്നെ അവരെ കണ്ടില്ല. ചില ദിവസങ്ങൾ ജീവിതത്തിൻ്റെ കലണ്ടറിൽ നിനക്ക് ബ്ലാക്ക് മാർക്കാണ്. ചില മാസങ്ങൾ നിനക്ക് ഇഷ്ടമല്ല. ഓ കമാൻ, ചില ആഴ്ചകൾ നിനക്ക് ഇഷ്ടമല്ല. ചില വർഷങ്ങൾ നീ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന പോലെ മെഫീബോശെത്ത് ജനലിലൂടെ നോക്കി നിന്ന് സ്തോത്രം അവർ പോയി. പിന്നത്തേതിൽ ഭയങ്കര നിലവിളി ശബ്ദം കേട്ടു, ബഹളം കേട്ടു. ആ നിലവിളി ശബ്ദം ബഹളം കേട്ടു. ആരൊക്കെ മെസ്സഞ്ചേഴ്സ് ഓടി വന്ന് പറയുന്നു, ഗിൽബോവ പർവ്വതം എന്നൊക്കെ പറയുന്നു. അവർ പറഞ്ഞു, ഗിൽബോവ പർവ്വതത്തിൽ അത് നടന്നെന്ന് പറയുന്നു. ഭയങ്കര നിലവിളി ശബ്ദം കേട്ടു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, അതെ, യോനാഥാൻ കൊല്ലപ്പെട്ടു, ശൗലും കൊല്ലപ്പെട്ടു. ഓ, യോനാഥാൻ കൊല്ലപ്പെട്ടു, ശൗലും കൊല്ലപ്പെട്ടു. 5 വയസ്സുകാരെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ നടന്നത് ഇതാണ്, ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ അപ്പനും കൊല്ലപ്പെട്ടു, എൻ്റെ വലിയപ്പച്ചനും കൊല്ലപ്പെട്ടു. സെയിം ഡേ എൻ്റെ അപ്പൻ കൊല്ലപ്പെട്ടു, എൻ്റെ വലിയപ്പച്ചൻ കൊല്ലപ്പെട്ടു. അടുത്ത ശത്രുക്കൾ വരുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ ശത്രുക്കൾ ഇരച്ചു കയറി വന്നിട്ട് സ്തോത്രം കൊട്ടാരത്തിലുള്ള സകല രാജകുമാരന്മാരെയും രാജകുമാരത്തെയും കൊന്നുകളയും. അപ്പോൾ കൊട്ടാരത്തിൽ കുറച്ച് നല്ല നല്ല ദാസന്മാരുണ്ട്. ഏറ്റവും കൈക്ക് ഏറ്റവും ഉറപ്പുള്ളവർ, ഏറ്റവും ബെസ്റ്റ് സ്കിൽഫുൾ ആയിട്ടുള്ള സെർവൻസ് കൊട്ടാരത്തിലേ കാണത്തുള്ളൂ. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ റോയൽ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്ന സഹോദരന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാർമസിസ്റ്റ് ആയിരിക്കാം, നേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം. ഈ റോയൽ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നവരാണ് ഏറ്റവും ബെസ്റ്റ്, അതെ, സ്തോത്രം, സ്കിൽഫുൾ ആയിരിക്കാം. സോ ഇതുവരെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവർ ഏറ്റവും ബെസ്റ്റ് കൈയുള്ളവരാണ്, ഏറ്റവും നല്ല സ്കിൽഫുൾ ആയിട്ടുള്ളവർ, ഏറ്റവും നല്ല കൈയുള്ളവർ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു ധാത്രി, ഒരു നേഴ്സ്, ഒരു പരിചാരക അവിടെ ഉണ്ടായിരുന്നു. ഈ പോരാട്ടം വന്നതായ സമയത്ത്, ഈ പ്രോബ്ലം വന്നപ്പോൾ, ഈ യുദ്ധം നടക്കുമ്പോൾ, ഇനി അടുത്ത് ഈ കുട്ടിയെ കൊന്നുകളയും, യവനെ കൊന്നുകളയും എന്ന് പറഞ്ഞ് അവനെ ഓടി വന്ന് വാരി എടുത്ത് അവനുമായി ഇങ്ങനെ ഓടുമ്പോൾ, വേദപുസ്തകം പറയുന്നു, അവനുമായി ഓടുമ്പോൾ താങ്ങേണ്ട കയ്യിൽ നിന്ന് ഈ ചെറുക്കൻ താഴെ വീണു. ഓ കമാൽ, ഹല്ലേലൂയ. അതാണ് നിന്റെ പ്രശ്നം. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ താങ്ങേണ്ട കൈകളാണ് നിന്നെ താഴെയിട്ടത്. ഓ ഹല്ലേലൂയ. ബാക്കിയുള്ള ആർക്കും ഇതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവർ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നവർ ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. താങ്ങേണ്ട കൈകളാണ് നിന്നെ പലപ്പോഴും താഴെ ഇട്ടത്. മുറിവ് കെട്ടേണ്ട കൈകളാണ് നിന്നെ മുറിച്ചത്. ഓ ഹല്ലേലൂയ. ആശ്വസിപ്പിക്കേണ്ട വ്യക്തികളാണ് നിന്റെ ആശ്വാസം കെടുത്തിയത്. നിന്നെ പണിയേണ്ട വ്യക്തികളാണ് നിന്നെ പൊളിച്ചത്. നിന്നെ ഉയർത്തേണ്ടവരാണ് നിന്നെ താഴെ ഇട്ടത്. എക്സാക്ട്ലി അതാണ് സംഭവിച്ചത്. ഇവനെ താങ്ങിയെടുത്ത പോരാട്ടത്തിൻ്റെ സമയത്ത് ഇവനെ താങ്ങിയെടുത്ത് സുരക്ഷിതമായി കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ഷെൽട്ടറിൽ, ഏതെങ്കിലും ഒരു സുരക്ഷിത സ്ഥലത്ത് വെക്കേണ്ട ഒരു വ്യക്തി ഇവനെ കൊണ്ടുപോയി ഇങ്ങനെ
ഓടേണ്ട സമയത്ത് ആ കയ്യിൽ നിന്ന് ഇവൻ നിലത്ത് വീണു. someone dropped me. ഓ, അവരെന്നെ നിലത്തിട്ടപ്പോൾ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് പറയാം, ഇന്നത്തെ എഡ്യൂക്കേഷനും മെഡിക്കൽ സയൻസും ഒക്കെ അനുസരിച്ച് നമുക്കറിയാം, അവൻ്റെ ഏണ് ഇടിച്ചിട്ട്, അവൻ്റെ നട്ടൽ ഇടിച്ചിട്ട്, അവൻ്റെ രണ്ട് കാലും മുടന്തനായിപ്പോയി. അമ്മയുടെ ഗർഭത്തിൽ അവൻ നോർമലായിരുന്നു. ജനിച്ചപ്പോൾ അവൻ നോർമലായിരുന്നു. കറക്റ്റ് ടൈമിന് കവിഴ്ന്നു വീണു. കറക്റ്റ് ടൈമിന് എഴുന്നേറ്റ് നിന്നു, നടന്നു. 5 വയസ്സ് വരെ ഹി വാസ് എ നോർമൽ ബേബി. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കര വിഷൻ ഉണ്ടായിരുന്നു, ദർശനം ഉണ്ടായിരുന്നു. ലൈഫ് എങ്ങാണ്ട് കയറിപ്പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്കൊരു ട്രാജഡി ഉണ്ടായി. someone dropped him. Come on, be honest in the presence of God. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ആർക്കോ പറവാൻ കഴിയും, എന്നെ ആ ടീച്ചർ താഴെയിട്ടു. ആർക്കോ പറയും, എന്നെ ഫ്രണ്ട്സ് താഴെയിട്ടു, എൻ്റെ കുടുംബാംഗങ്ങൾ എന്നെ താഴെയിട്ടു, എന്നെ പാസ്റ്റർ താഴെയിട്ടു, ഞാൻ വിശ്വസിച്ച ഡീക്കൻ എന്നെ താഴെയിട്ടു, എൻ്റെ കൊയർ ലീഡർ എന്നെ താഴെയിട്ടു, ആ ദൈവദാസന്മാർ എന്നെ താഴെയിട്ടു, എൻ്റെ പാരൻസ് എന്നെ താഴെയിട്ടു. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉള്ളവർ മാത്രം കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. Come on. അങ്ങനെ എന്തെങ്കിലും അനുഭവം someone drop me എന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ച മക്കളെ. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പറ, കർത്താവേ നീ അറിയണമേ, കർത്താവേ നീ അറിയണമേ, കർത്താവേ നീ അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. someone drop us. ആരോ ഞങ്ങളെ താഴെയിട്ടു, ആരോ താഴെയിട്ടു. മനുഷ്യൻ എന്നെ താഴെയിട്ട് എനിക്ക് ഡാമേജ് വരുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മനുഷ്യൻ താഴെയിട്ടു. നീ ഇങ്ങനെ അല്ലായിരുന്നു നിന്റെ ലൈഫ്. ഹൈസ്കൂളിൽ നീ ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ലൈഫ് ഇങ്ങനെയാകുമെന്ന്. കോളേജിൽ പഠിച്ചപ്പോൾ നീ വിചാരിച്ചില്ല ലൈഫ് ഇങ്ങനെയാകുമെന്ന്. ചെറുപ്രായത്തിൽ നീ ഒരിക്കൽ വിചാരിച്ചില്ല ലൈഫ് ഇങ്ങനെ ക്രിപ്പിളാകുമെന്ന്, ഇങ്ങനെ മുടന്താകുമെന്ന് നീ ഒരിക്കൽ വിചാരിച്ചില്ല. പക്ഷേ someone drop you. ആരോ നിന്നെ നിലത്തിട്ടു. പക്ഷേ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഹിസ്റ്ററിയെ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്ത് പുതിയൊരു ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്റെ ലൈഫിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള പ്രവചന ദൂത് ഇതാണ്. ആര് വിചാരിച്ചാലും നീ ഒരു തകർന്ന പാത്രം അല്ല. ആര് വിചാരിച്ചാലും നീ ഒരു തകർന്ന പാത്രമല്ല. തകർത്തവരുടെ നടുവിൽ ഈ തലമുറകൾ നീ ഒരു മാരപാത്രമായി നീ നിൽക്കുവാൻ പോകുകയാണ്. കരങ്ങളെ അടിക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങളടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ വന്നാലും ആരൊക്കെ വിചാരിച്ചാലും എന്തൊക്കെ വന്നാലും ഇന്ന് രാത്രി നിനക്കുള്ള പ്രവചന ദൂത് ഇതാണ്. നീ മേലാലൊരു വ്യസന പാത്രമല്ല, നീ ഒരു മാനപാത്രമാണ്. നീ ഒരു വ്യസന പാത്രമല്ല, നീ ഒരു മാനപാത്രമാണ്. നിനക്ക് പോലും നീ സർപ്രൈസ് ആയിരിക്കുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പുസ്തകം എടുത്ത് പറയട്ടെ, നിനക്ക് പോലും നീ സർപ്രൈസ് ആകാൻ പോകുന്നു. നിന്റെ മക്കൾക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കുക, നിനക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കുക, നിന്റെ സഭയ്ക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കുക, നിന്റെ കുടുംബാംഗങ്ങൾക്ക് നീ ഒരു സർപ്രൈസ് ആയിരിക്കുക. ഓ കം ഓൺ, ഹല്ലേലൂയ. നല്ല കാലം തീർന്നു പോയിട്ടില്ല. ലൈഫിന്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ നിനക്കായി കാത്തിരിക്കുകയാണ്. റിയലി അങ്ങനെയാണോ നീ ലോദേബാനി വന്ന് പേടിച്ച് ജീവിക്കുക? ഏത് നിമിഷവും പുതിയ രാജാവിൻ്റെ ആൾക്കാരെ എന്നെ കണ്ടുപിടിക്കുക, പേടിച്ച് ജീവിക്കുക. ലോദേബാനിൽ പേടിച്ച് ജീവിക്കുക. എടാ, ഇന്ന് രാത്രിയോടെ നിന്റെ സീസൺ മാറുകയാ. ഇന്ന് രാത്രിയോടെ ലോട്ടറിക്കാരൻ പറയുന്നേ നാളെ. നോ ഞാൻ പറയുന്ന പരിശുദ്ധാത്മാ പറയുന്ന ഇന്ന് രാത്രിയോടെ ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ സീസൺ മാറുകയാണ്. എന്നും ലോദേബാനല്ല, എന്നും കണ്ണുനീരല്ല, എന്നും അപവാദമല്ല, എന്നും പരാജയമല്ല, എന്നും പ്രശ്നമല്ല, എന്നും നിന്നയല്ല, എന്നും നഷ്ടമല്ല, എന്നും കണ്ണുനീരല്ല. ഞാൻ വീണ്ടും പറഞ്ഞിട്ടേ ഇരിക്കുക, എന്നും കണ്ണുനീരല്ല, എന്നും രോഗങ്ങളല്ല, എന്നും നഷ്ടങ്ങളല്ല,
എന്നും വ്യഥകളല്ല, എന്നും വേദനയിലല്ല. എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോ എൻ്റെ അപ്പൻ മഹത്വത്തിലെങ്കിൽ നീ കഷ്ടതയിലല്ല നീ ജീവിക്കുന്നത്. ഇന്ന് രാത്രി മഹത്വത്തിൽ ജീവിക്കുന്ന ദൈവം ഉയരത്തിൽ നിന്ന് കൈ നീട്ടി നിന്റെ മിസറിയിൽ നിന്ന്, നിന്റെ കഷ്ടത്തിൽ നിന്ന് പൊക്കിയെടുത്ത് അവന്റെ മഹത്വത്തിൽ അന്നെ ഇരുത്താൻ വേണ്ടി പോവാ. സാചർക്കനുമായി നമ്മൾ ലോദേബാനിൽ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോഴാ മെഫിബോശത്തെ കേട്ടോ, മെഫിബോശത്തെ നീ കേട്ടോടാ, ആ ശബ്ദം കേൾക്കുന്നോ, ആ ശബ്ദം കേട്ടോ, ആ കുതിരകൾ ഓടുന്ന ശബ്ദം നീ കേൾക്കുന്നോ? റിയലി? അവൻ എന്നെ കണ്ടുപിടിച്ച് കാണും. അവന്റെ പടയാളികൾ എന്നെ കണ്ടുപിടിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി വരികയായിരിക്കും. മനസ്സിമേച്ചടാ, അവൻ എന്നെ കണ്ടുപിടിച്ചിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി വരികയായിരിക്കും. നോ, ഇന്ന് രാത്രി നീ തട്ടിപ്പോകുന്ന റിപ്പോർട്ടല്ല നീ കേൾക്കുന്നത്. നിനക്കൊരു യൂ ടേൺ, നിനക്കൊരു യൂ ടേൺ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ്. Come on, turn around, turn around, turn around, turn around, turn around. ഇത് പഞ്ചാബിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ തമിഴ്നാട്ടിലോ ആയിരുന്നെങ്കിൽ ഞാൻ ജനത്തോട് പറഞ്ഞേനെ, ഒരു യൂ ടേൺ ഒന്ന് എടുത്താട്ടെ. കാരണം ലൈഫ് മാറാൻ വേണ്ടി പോവാണ്, അവസ്ഥ മാറാൻ വേണ്ടി പോകുകയാണ്. Turn around, turn around. ആ ഗാലം ശബ്ദം നീ കേൾക്കുന്നോ? ആ കുതിരകളുടെ ശബ്ദം കേൾക്കുന്നോ? ആ ചാരിയറ്റ്സ്, ആ രഥങ്ങൾ ഓടുന്ന ശബ്ദം നീ കേൾക്കുന്നോ? അയ്യോ അവരെന്നെ കൊല്ലാം. എടാ, കാണുന്ന മണ്ഡലത്തിൽ ലോദേമാനാണെങ്കിലോ, കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കുന്നില്ലെങ്കിലോ, കാണാത്ത മണ്ഡലത്തിൽ എൽ ഷഡായിയുടെ കൈ സൂപ്പർ നാച്ചുറലി നിനക്ക് വേണ്ടി പലത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. കാണാത്ത മണ്ഡലത്തിൽ ദൈവം പലത് നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. കാണാത്ത മണ്ഡലത്തിൽ പലത് കർത്താവ് നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. ഇത് ക്രമീകരണങ്ങളുടെ നാളുകളാണ്. നിന്റെ പ്രാർത്ഥന വിധാവല്ല, നിന്റെ ഉപവാസം വെയിനല്ല, നിന്റെ കാത്തിരിപ്പ് വെയിനല്ല. ഓ, in the unseen realm the Lord is orchestrating something great and powerful. നിനക്ക് മറക്കാൻ കഴിയാത്തത്, ഓ കമോൺ, മണഞ്ഞിരിപ്പാൻ കഴിയാത്ത എന്തോ ശക്തമായത് ദൈവം നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. കാണുന്ന മണ്ഡലത്തിൽ നീ ലോദേമാനാണ്. നോ, കാണാത്ത മണ്ഡലത്തിൽ യോനാഥാൻ നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റ് വേർഷൻ പറയട്ടെ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാമ്യ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്നും ലോദപാനല്ല, എന്നും കണ്ണുനീരല്ല. നിനക്ക് 10 മിനിറ്റ്. ഓ സ്തോത്രം. എന്നും ലോദപാനല്ല, എന്നും കണ്ണുനീരല്ല, എന്ന് നിലവിളിയല്ല. ആ കുതിരയുടെ ശബ്ദം നീ കേട്ടോ? അത് നിന്നെ കൊല്ലാൻ വരുന്നതല്ല, നിന്റെ അവസ്ഥ മാറ്റാൻ വരുന്നതാ. നിന്റെ അവസ്ഥ മാറുക. കമാൺ. തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരു അവസ്ഥ, ഒരിക്കൽ കൂടെ തിരിച്ചറിയാൻ കഴിയാത്തതായ അവസ്ഥ, നിന്റെ അവസ്ഥ മാറുകയാണ്. ചെറിയ കൊല്ലാനല്ല വന്നേ, കാരണം എനിക്ക് വരുന്നത് പോകുന്നത് അല്ല, എനിക്ക് പേടിയാ. 5-ാമത്തെ വയസ്സ് തുടങ്ങി ഞാൻ പ്രോബ്ലംസ് ആഫ്റ്റർ പ്രോബ്ലം കണ്ടേ. ഞാൻ ഡ്രാമ കണ്ട എന്റെ ലൈഫ് പേടിച്ചേ. ഓ കമോൺ, ഒരിക്കൽ കൂടെ ഡ്രാമ. ആഘാതം കണ്ട് ഭയപ്പെട്ടവർ ഇന്ന് രാത്രി നിൽക്കുന്നു. ആഘാതം കണ്ട് ഭയപ്പെട്ടവർ അത്ഭുതം കണ്ട പുതിയൊരു സാക്ഷ്യം ഈ ദിവസം ഏറ്റെടുക്കട്ടെ. ആഘാതങ്ങൾ, മൃതശരീരങ്ങൾ കണ്ട് ഭയന്നവർ, ഭയാനകരമായ അവസ്ഥകൾ കണ്ട് ഭയന്നവർ, ആഘാതം, ഡ്രാമ കണ്ടവർ. റിയലി ഇവരെന്നെ നന്നാക്കാനാണ് വന്നേ, എന്നെ കൊണ്ടുപോകാനാണ് വന്നേ. എൻ്റെ 2 കാലും മുടന്നന, കിടക്കുന്ന പൊടിയിലും അഴുക്കില്ല, പിച്ചക്കാരായി ഞാൻ കിടക്കുക. ചെറിയ വീട്ടില, കഴിച്ചു, ഇല്ല, കഴിച്ചോന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. ഓ കമാൻ.
വാട്സപ്പ് ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, പക്ഷെ ചോദിക്കാൻ ആരുമില്ല. കഴിച്ച ചോദിക്കാറില്ല. ലോദേബാനിൽ കിടക്കുക, ആൾക്കൂട്ടത്തിൽ തനിയാ ജീവിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആരുമില്ല. എല്ലാവരും ജനറൽ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ എന്നും പൊടി അഴുക്കല്ല, എന്നും ഈ ലെവലല്ല. ഇതാ ഈ കുതിര വന്ന കണ്ടോ, ഈ രഥം വന്ന കണ്ടോ? അയ്യോ, ഇനി കാണാൻ പറ്റത്തില്ലെന്നാ വിചാരിച്ചത്. പക്ഷെ എൻ്റെ വല്യപ്പച്ചൻ്റെ കുതിരയേക്കാളും നല്ല ആരോഗ്യമുള്ള കുതിര. അതാ ആദ്യമേ പറയുന്നേ, നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. ധൈര്യമായിരിക്കും, നല്ലത് കാണാൻ പോകുന്നേ ഉള്ളൂ. തലമുടി നരിച്ചു കാണും, മുഖം ക്ഷയിച്ചു കാണും, പെൻഷനായി കാണും, പക്ഷെ കണ്ണാടി കള്ളം പറയും. കർത്താവ് കള്ളം പറയത്തില്ല. നല്ല കാലം വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ കുതിര വന്നു, രഥം വന്നു, പക്ഷെ കാലിന് ബലമില്ലല്ലോ. someone drop me. ആരോ എന്നെ ഇട്ട് ഞാൻ മുടന്തനായിപ്പോയി. ആരോ എന്നെ ഇട്ട് ഞാൻ മുടന്തനായിപ്പോയി. ആ രഥത്തിൽ കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ പറ്റത്തില്ലല്ലോ, കാലിന് ബലമില്ലല്ലോ. എടോ മെഫിബോശത്തെ, നീ കേറുക അല്ലടോ. എടോ നീ കേറുക അല്ല, ഇത് കൃപയുടെ രാത്രി ആയതുകൊണ്ട്. കേറുക അല്ലടോ, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ കയറ്റി ഇരുത്തുകയാണോ? അർഹതയില്ലാത്ത ലോർഡ്, ഇതാണ് പറ്റിയ ജനം, ഇതാണ് പറ്റിയ സ്ഥലം, ഇത് പറ്റിയ സഭ. ഇൻ ദ നെയിം ഓഫ് ജീസസ് നീ കേറുകയല്ല, അർഹതയില്ലാത്തടത്ത് നിന്നെ കയറ്റി ഇരുത്തുകയാണ്. വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് അവന് നന്ദി പറഞ്ഞേ. എൻ്റെ ലോദേബാന്റെ തലേണ നിനക്ക് വേണ്ട, ലോദേബാന്റെ കിടക്ക നിനക്ക് വേണ്ട, ലോദേബാന്റെ ഫോൺ നമ്പർ നിനക്ക് വേണ്ട. ഓ കമാൺ, ആരോടാ ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നത്? നിന്റെ ലോദേബാന്റെ ഒരു പരിപാടി നിനക്ക് വേണ്ട. നീ മാത്രം ഇങ്ങ് വന്നാൽ മതി. ഇന്ന് രാത്രി നിന്റെ ദുഃഖം, കഷ്ടത, വേദന, നിരാശ, അപ്പം തന്ന തിന്മ, കുടുംബം തന്ന തിന്മ, ചൈൽഡ്ഹുഡ് ഡ്രാമ സകലതും കൊടഞ്ഞുകള. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി കാത്തിരിക്കുക. ലോദേബാന്റെ ഒന്നും നിനക്ക് ആവശ്യമില്ല. ഒരു പെൻസിൽ പോലും വേണ്ട, ഒരു സേഫ്റ്റി പിൻ പോലും വേണ്ട. കാരണം ബെറ്റർ ആയിട്ടിരിക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി കരുതാൻ പോവാ. നീ സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ മാത്രം മതി. നീ കർത്താവിന് വേണ്ടി നിന്നാൽ മാത്രം മതി. 100% കമാൺ മക്കളെ, വാ തുറന്ന് എല്ലാ യങ്സ്റ്റേഴ്സ് ആമേൻ പറ. നീ യേശുപ്പച്ചന് വേണ്ടി നിന്നാൽ മാത്രം മതി. He is going to manifest through you. അവൻ കയറിയതല്ല, അവനെ ആ രഥത്തിൽ കയറ്റി. അവനെ രഥത്തിൽ, നല്ല രഥം കേട്ടാ. എൻ്റെ വല്യപ്പച്ചൻ്റെ രഥത്തിൽ ഞാൻ കയറി, പക്ഷെ ഇതുപോലെ കുഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല രഥം. എനിക്കിത് പറയാമോ? നീ ഉടഞ്ഞത് ആരും കണ്ടില്ല, നീ തകർന്നത് ആരും കണ്ടില്ല, നീ ഒറ്റപ്പെട്ടത് ആരും കണ്ടില്ല, നീ മുറിവേറ്റത് ആരും കണ്ടില്ല. നീ ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്? നീ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ? എന്തുകൊണ്ട് എൻ്റെ പകുതി പോലും പ്രാർത്ഥിക്കാത്ത ആർക്കും ഒരു കുഴപ്പമില്ല. എൻ്റെ കാൽഭാഗം പോലും ബൈബിൾ അറിയാന്നുള്ള വേറെ ആർക്കും എനിക്കില്ല. ഇതെങ്ങനെയില്ല. അവരെക്കാൾ നന്നായി ഞാൻ ജീവിച്ചു, അവരെക്കാൾ നന്നായി ഞാൻ ദൈവവേല ചെയ്തു, അവരെക്കാൾ നന്നായി ഞാൻ ഓടി. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് മാത്രമല്ല? ലോദേബാൻ കുറ്റി ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്ന സ്തോത്രം, ഇത് അടുത്തൊരു മണ്ഡലമാണ്. ഒരു പ്രവാചകൻ നിന്നോട് പ്രവചിച്ചില്ല, ഒരു പാസ്റ്റർ ഒരിക്കലും ചിന്തിച്ചില്ല. നീ സമൂഹത്തിന് ഒരു ടോട്ടൽ സർപ്രൈസ് ആണ്. നോക്ക്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ, ഈ ഹൈവേയിലൂടെ ഇനി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ലൈഫ് തീർന്നില്ല, യാത്രകൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊരു പ്രൊഫറ്റിക് സിംബലാ. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ കയറ്റി ഇരുത്താൻ പോവാ. അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ നിന്റെ മക്കൾ ഇരിക്കുന്നത്
നിന്റെ മക്കൾ ഇരിക്കുന്നത് നീ കാണാൻ പോവാ. ഈ ഹൈവേയിലൂടെ ഞാൻ യാത്രയൊന്നും വിചാരിച്ചില്ല. നോ, ഇതൊരു തിരിച്ചു വരവിന്റെ സീസണാണ്. ഇതുവരെ സെൽഫിറ്റിൽ പാവൻ ഞാൻ, എൻ്റെ കാല് മാത്രം ഇങ്ങനെ, പാവൻ ഞാൻ, എൻ്റെ കാല് മാത്രം ഇങ്ങനെ എന്ന് പറഞ്ഞ സെൽഫിറ്റിയിൽ ജീവിച്ചവൻ രാജാവിൻ്റെ രഥത്തിൽ കൊട്ടാരത്തിൻ്റെ മുന്നിൽ നീ നിന്നിലേക്ക് കുനിഞ്ഞു നോക്കി, പാവൻ ഞാൻ. വലിയ പദ്ധതിയുണ്ട്. തല ഉയർത്തി നോക്കുക. അയ്യോ, തല ഉയർത്തി നോക്കിയപ്പോഴാണ് മനസ്സിലായി എന്തൊരു കൊട്ടാരമാ. എൻ്റെ അപ്പച്ചൻ്റെ കൊട്ടാരമായിരുന്നു, വലിയ കൊട്ടാരം എന്നാ ഇതാ വിചാരിച്ച. എടാ, നല്ലത് കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് പടവുകളുണ്ടല്ലോ, ഒരുപാട് പടിക്കെട്ടുകളുണ്ടല്ലോ. കയറാൻ പറ്റത്തില്ലല്ലോ. എടാ, ആരാ പറഞ്ഞ നീ കയറണമെന്ന്? നീ കയറുകയല്ല, പറ. ഞാൻ കയറുകയല്ല, അവൻ എന്നെ കയറ്റുകയാണ്. രാജധാനിയിലേക്ക് അവനെ കയറ്റി അടക്കൊണ്ട് വരുമ്പോ കൃപ കാണിച്ച രാജാവ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രി രാജാവ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ മോൻ വരും, എൻ്റെ മോൾ വരും. എനിക്കൊരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ദൂതന്മാരോട് അവൻ പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇന്ത്യൻ ടൈം 9 മണിക്ക് എനിക്കൊരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവനെ എനിക്ക് കൃപയുടെ അടയാളമാക്കി എനിക്കൊന്ന് ഉയർത്തണം. അവൻ എനിക്ക് വേണ്ടി നിന്നതാ, അവൾ എനിക്ക് വേണ്ടി നിന്നതാ. അതുകൊണ്ട് എനിക്കൊന്ന് ഉയർത്തണം. എനിക്കൊരു സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അവനെ കണ്ടപ്പോ ദാവീദ് ചോദിച്ചു, നീ മെഫീബോശേത്ത് അടിയൻ? എൻ്റെ പുരികൻ നോക്കിയപ്പോ ദാവീദ് പറഞ്ഞു, ഈ പുരികൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എൻ്റെ കവള് ഇതെവിടെയോ കണ്ടിട്ടുണ്ട്. എൻ്റെ താടി ഇതെവിടെയോ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉയർന്ന ഇതെവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയെന്നറിയോ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ അന്ന് അവനെ കണ്ടപ്പോ യോനാഥാൻ ഓർത്തെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കാണുമ്പോ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ തകർന്ന് കിടക്കുന്നവനെ പിതാവായി ദൈവം ഓർക്കുക. യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന്, നസ്രയന യേശു നിമിത്തം ഞാൻ ദയ കാണിക്കേണ്ടതിന് ആദാം ഈ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? മെഫീബോശേത്ത് അടിയൻ, നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ വല്യപ്പച്ചൻ ശൗലിന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട നിന്റെ പ്രോപ്പർട്ടി ഒരു അങ്കിളിന് മാത്രം മനസ്സിലായി. ഒരിക്കൽ കൂടെ പറയാം. നഷ്ടപ്പെട്ട നിന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട നിന്റെ പണം ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട നിന്റെ റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട നിന്റെ ശുശ്രൂഷ ഉണ്ടല്ലോ, ആ നഷ്ടപ്പെട്ടത് മുഴുവൻ ഞാൻ നിനക്ക് തിരികെ തരിക. ഇന്ന് രാത്രി മുതൽ ആ സൂപ്പർ നാച്ചുറൽ പ്രോസസ് ആരംഭിക്കുകയാണ്. നഷ്ടപ്പെട്ടത് ഞാൻ നിനക്ക് തിരികെ തരുന്ന. നീ ഭിക്ഷക്കാരനല്ല മെഫീബോശേത്തെ. നീ നാറ്റ കേസെന്ന് പറഞ്ഞവരുടെ നടുവിൽ അവരെ കൊണ്ട് ഞാൻ തിരുത്തി പറയിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവര് നിന്റെ അടുക്കൽ വന്ന് SORRY, അവർ നിന്റെ അടുക്കൽ വന്ന് SORRY. ഒത്തിരി പേർ നിന്റെ അടുക്കൽ വന്ന് പലരും SORRY എന്ന് നിന്നോട് പറയിപ്പിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ടേണറാ നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോവാ. മെഫീബോശേത്തെ, നീ ഭിക്ഷക്കാരനെ പോലെ ലോദേബാനിൽ കിടക്കേണ്ടവനല്ല, നീ രാജകുമാരനാ. ഷൗട്ട് ചെയ്ത് പറഞ്ഞേ, നീ ആരാണ്? ഒരിക്കൽ കൂടെ പറഞ്ഞേ, നീ ഒരു പ്രിൻസ് ആണ്. നീ പ്രിൻസ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ന് മുതൽ നിന്റെ ഫുഡ് മാറുകയാണ്, നിന്റെ കിടക്ക മാറുകയാണ്, നിന്റെ തലയണ മാറുകയാണ്, നിന്റെ അഡ്രസ് മാറുകയാണ്, നിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഇന്ന് രാത്രി മുതൽ മാറുകയാണ്. അതുകൊണ്ട് നീ വേറെ ഒരിടത്തും പോണ്ട.
അതുകൊണ്ട് നീ വേറെ ഒരിടത്തും പോണ്ട. നീ ഇന്നു മുതൽ എൻ്റെ കൊട്ടാരത്തിൽ പാർത്തുകൊള്ളണം. ഇന്നു മുതൽ നീ എൻ്റെ കൊട്ടാരത്തിൽ പാർത്തുകൊള്ളണം. നീ അനാഥനല്ല. നിന്നെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ ഞാൻ ഇട്ടുകൊടുക്കത്തില്ല. വരുന്ന വാക്കിനും പോക്കനും ഇനി നിന്നെ തൊടാൻ പറ്റത്തില്ല. നിനക്ക് ചുറ്റും ഒരു സെക്യൂരിറ്റി, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. നിനക്ക് ചുറ്റും സെക്യൂരിറ്റി, 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 സെക്യൂരിറ്റി. ഒരു നായി പോലും നിന്റെ നേരെ നാം അരക്കാൻ ഞാൻ സമ്മതിക്കയില്ല. നീ എൻ്റെ കൊട്ടാരത്തിൽ പാർത്തോളണം. എൻ്റെ രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ നീ എൻ്റെ മേശമേൽ നിന്ന് ഭക്ഷണം കഴിച്ചോളണം. നീ എൻ്റെ രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. എൻ്റെ കാല് രണ്ടും മുടന്ത. എനിക്ക് ആ ചെയറിൽ, ആ കസേരയിൽ കയറാൻ പറ്റത്തില്ല. നീ കയറുകയല്ല, ഒരു ഡിഫറെന്റ് പിക്ചർ എടുത്ത്, ഡിഫറെന്റ് പിക്ചർ. നിന്നെ കുറിച്ചുള്ള ഒരു പിക്ചർ മാറട്ടെ. നിന്നെ കുറിച്ച് നീ കാണുന്ന പിക്ചർ മാറട്ടെ. ആ സ്ഥാനത്തിരിക്കുമ്പോ രാജകുമാരന്മാര് വരികടാ. രാജകുമാരന്മാര് വരുമ്പോ ആരെ കൂടെയാ നീ ഇരിക്കുന്നതെന്ന് അറിയോ? ഒരു രാജകുമാരനെ അറിയോ? അവന് ഒത്തിരി മുടിയാ, ഭയങ്കര ഗ്ലാമറാ, അവൻ ഭയങ്കര ഇൻഫ്ലുവൻസറാ, ഭയങ്കര സ്വാധീനമുള്ളവൻ. അപ്പൻ രാജാവ് ദാവീദ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനേക്കാൾ അവൻ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവന്റെ പേര് അബ്ശലോം. ദൂത് ഇതാണ്, നിന്നെ തമ്പുരാൻ ഇരുത്തുന്നത് ഇൻഫ്ലുവൻസ് സ്വാധീനമുള്ളവരുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്താൻ വേണ്ടി പോകുന്നു. അപ്പോ അബ്ശലോം വന്ന് ഒരു വശത്തിരുന്നു. അബ്ശലോം പറഞ്ഞാണ്, ഹലോ, പുതിയ ആളാണല്ലേ, ഞങ്ങളിവിടെ ജനിച്ചത് കൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നത്. നീ എങ്ങാണ്ട് കിടന്നതാ, നീ വന്നിരിക്കുന്ന കൃപയിലാ വന്നിരിക്കുന്നത്. അമ്മരെ കഷ്ടപ്പെട്ട് പഠിച്ച് സ്കൂള് കോളേജ് എന്ന് പറഞ്ഞ് പഠിച്ച് എഴുതി വന്നപ്പോ നീ വന്നത് അവന്റെ കൃപയില്. മറുവശത്തോടെ വേറെ രാജകുമാരൻ വരിക. ആ പുള്ളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൻ ഭയങ്കര ജ്ഞാനിയാ. അവന് പൂപ്പായൽ തുടങ്ങി ഉദിച്ചു വരുന്ന സൂര്യൻ വരെയുള്ള മുഴുവൻ അവനറിയാം. അവന്റെ പേരെന്താ? എക്സാൽട്ടി. നിങ്ങൾക്കെല്ലാം അറിയാം, പിന്നെ എന്തിനാ എന്നെ വിളിച്ചു? അവർക്കെല്ലാം അറിയാം. നോക്ക്, സ്തോത്രം. ശലോമോൻ വന്ന് മറുവശത്തിരുന്ന അർത്ഥം, തമ്പുരാൻ നിന്നെ ഇരുത്തുന്നത് ജ്ഞാനികളുടെ നടുവിൽ നിന്റെ മക്കളെ, നിന്നെ ദൈവം ഇരുത്താൻ പോവാ. ജ്ഞാനികളുടെ നടുവിൽ ദൈവം നിന്നെ ഇരുത്താൻ പോവാ. അല്ലെങ്കിൽ നിന്റെ മക്കളെ ഇരുത്താൻ പോവാ. സ്വാധീനമുള്ളവർ നിന്റെ വലതും, ജ്ഞാനമുള്ളവർ നിന്റെ ഇടതും. സ്വാധീനമുള്ളവർ നിന്റെ വലതും, ജ്ഞാനമുള്ളവർ നിന്റെ ഇടതും. സ്വാധീനമുള്ളവർ നിന്റെ ഇടതും, ജ്ഞാനമുള്ളവർ നിന്റെ വലതും. സ്വാധീനമുള്ളവർ നിന്റെ വലതും, ജ്ഞാനമുള്ളവർ നിന്റെ ഇടതും. നിന്റെ ഫ്രണ്ട്സിന്റെ ലെവൽ മാറുന്നു. ടേബിളിലാ ഈ പുള്ളിയെ ഇരുത്തിയിരിക്കുന്നത്. ടേബിളിൽ ചേർന്നിട്ടാ ഇരുത്തിയിരിക്കുന്നത്. ഈ ടേബിളിൽ വന്നപ്പോൾ ദാവീദ് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശലോമോനുണ്ട്, എൻ്റെ അപ്പുറത്ത് അബ്ശലോമുണ്ട്, ഇടയ്ക്കൊരു ആരുണ്ട്, മെഫീബോശെത്തുണ്ട്. അപ്പോൾ ഇവന്മാരെ എല്ലാവരുടെയും ഈ ടേബിളിൽ ഇരുന്നപ്പോൾ അരയ്ക്ക് മുകളിലാണ് കാണുന്നത്. വേറെ എല്ലാം കേട്ടില്ലെങ്കിൽ ഇത് കേൾക്കണം. സ്തോത്രം. ഈ ടേബിളിൽ വന്നപ്പോൾ ഇവൻ്റെ വീക്ക്നെസ് മുഴുവൻ, അവൻ്റെ വീക്ക് പാർട്ട് മുഴുവൻ, നിൻ്റെയും എൻ്റെ വീക്ക് പാർട്ട് മുഴുവൻ. നമ്മുടെ ഫെയിലിയേഴ്സ് നമുക്കറിയാം, നമ്മുടെ പെയിൻ നമുക്കറിയാം, ഏതാണ് മനുഷ്യൻ്റെ മുൻപിൽ നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കവർ ചെയ്ത എല്ലാം കൂടെ നമ്മൾ കവർ ചെയ്ത ഇത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവൻ കവർ ചെയ്യുക, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല എന്ന ക്രമത്തിൽ. അവന്റെ ടേബിൾ, ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന
ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന, ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന അവൻ്റെ ടേബിൾ, അവൻ്റെ വീക്ക്നെസ് മുഴുവൻ കവർ ചെയ്തിരിക്കുക. ഇന്ന് രാത്രി എൻ്റെ ദൂത് കഴിഞ്ഞു. ഇനി നിങ്ങളായി പരിശുദ്ധാത്മാവായി ഇന്ന് രാത്രി നസ്രയത്തിലെ ആശാരി വന്നിട്ടുണ്ട്. നസ്രയത്തിലെ ആശാരി വന്നിട്ടുണ്ട്. ശത്രുക്കളെ മുൻപിൽ അവൻ നിന്നെ ശവപ്പെട്ടി കിടത്തും എന്നല്ല പറഞ്ഞത്. ശത്രുക്കളെ മുൻപിൽ, ശത്രുക്കളെ മുൻപിൽ, ശത്രുക്കളെ മുൻപിൽ, ശത്രുക്കളെ മുൻപിൽ അവൻ മേശ ഒരുക്കുന്നവനാണ്. ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്നവൻ. ശത്രുക്കൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ വർദ്ധിക്കുന്നു. മേശയുടെ നീളവും മേശയുടെ വീതിയും വർദ്ധിക്കുന്നുണ്ട്. നീ ഒരു കൃപയുടെ അടയാളമാണ്. നിർബന്ധമായി കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ആര് കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കി അർഹതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത്, അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്റെ കുഞ്ഞിനെ ഒരു അത്ഭുത വിഷയമാക്കി, അല്ലെങ്കിൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി അവൻ നിന്നെ ഇരുത്താൻ പോകുന്ന ആരോ നിന്നെ എവിടെയോ തള്ളിയിട്ടു എങ്കിൽ, ഡ്രോപ്പ് ചെയ്തുവെങ്കിൽ എൻ്റെ ഡാമേജിനെ മാറ്റി മാനിക്കുന്ന കർത്താവ്. നിർബന്ധമായി കണ്ണുകൾ അടച്ച് ചുണ്ടുകൾ അനങ്ങണമെന്നില്ല. ശാന്തമായി talk to him. അപ്പച്ചൻ നിന്റെ അരികിലുണ്ട്. എന്താ നിന്റെ ഡാമേജ് പറ, എന്താ നിന്റെ വേദന പറ, എന്താ നിന്നെ കരയിപ്പിക്കുന്ന പറ. ആണിപ്പഴുത്തുള്ളവൻ്റെ കരം നീ രാത്രി നിന്റെ മേൽ നീണ്ടുവരുന്നു. ഒരുപാട് നീ നിന്ദിക്കപ്പെട്ടു, ഒരുപാട് അവഹേളിക്കപ്പെട്ടു. ഉയർത്തേണ്ടവർ നിന്നെ താഴ്ത്തി, അണയ്ക്കേണ്ടവർ നിന്നെ അടിച്ചു, മുറിവ് കെട്ടേണ്ടവർ നിന്നെ മുറിവ് ഏൽപ്പിച്ചു, കണ്ണുനീർ തുടയ്ക്കേണ്ടവർ നിന്നെ കരയിപ്പിച്ചു. മതിയപ്പാ മതി. ഇന്നു മുതൽ ടേൺ അറൗണ്ട്. ബബായ് ലോദബാൻ, ബബായ്, ബബായ് ലോദബാൻ, ബബായ്. വ്യക്തിയായി, കുടുംബമായി, സഭയായി നിരാത്രി ബബായ് ലോദബാൻ, ബബായ്. And on the way to my Jerusalem, 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 on the way to my Jerusalem. വല്യപ്പച്ചൻ കണ്ടിട്ടില്ലാത്തത് അപ്പൻ പറഞ്ഞു, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പൻ കണ്ടിട്ടില്ലാത്തത്, കുടുംബക്കാർ കണ്ടിട്ടില്ലാത്തത്, കൂടെ പഠിച്ചവർക്ക് കഴിയാത്തത്, കൂടെ കളിച്ചു വളർന്നവർക്ക് കഴിയാത്തത്, നീ പോലും ചിന്തിച്ചിട്ടില്ലാത്തത്. സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, for the glorious gospel. Come on, glorious gospel. Maybe bullshit. എൻ്റെ ഡാമേജ് അല്ല നീ കാണേണ്ടത്. നിന്നെക്കുറിച്ച് പുതിയൊരു ചിത്രം ഇതാ സ്വർഗം പെയിന്റ് ചെയ്യുകയാണ്. അത് നീ ലോദ്യബാനിൽ കിടന്ന് പിടയുന്നതല്ല. രാജാവിൻ്റെ മേശമേൽ സ്വാധീനമുള്ളവരുടെ ജ്ഞാനികളെ നടുവിൽ നീ ഇരിക്കുന്ന ചിത്രം കണ്ണുകളടച്ച് കണ്ടേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് നാസറേത്തിൽ നിന്ന് യോർദാനിലേക്ക് നടന്നു വന്ന് താൻ ഡിസൈൻ ചെയ്ത യോർദാൻ നദിയിലേക്ക് ഇറങ്ങി മുങ്ങിപ്പൊങ്ങി അവൻ സ്നാനപ്പെട്ടു. കർത്താവേ, ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ നാമത്തിൽ ഇവിടെ ജീവിതത്തെ ഇവിടെ മാനിക്കും. ഇവിടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയോടുകൂടെ ജ്വലിച്ച് പ്രകാശിപ്പാൻ ഇവിടുന്ന് കൃപ ചെയ്യാം. ദൈവനാമത്തിൽ നിന്ന് എൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം.
കണ്ടതിനേക്കാൾ വലിയവയ്ക്കായി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാ നന്ദി. വലിയ പദ്ധതികൾ കർത്താവ് അവർക്കായി ഒരുക്കുന്നതിനായി സ്തോത്രം. പലതിൽ നിന്ന് പുറത്ത് വന്ന പുതിയൊരു രഥത്തിൽ കയറി പുതിയൊരു ഹൈവേയിലൂടെ സഞ്ചരിച്ച് അർഹതയില്ലാത്ത കൊട്ടാരത്തിൻ്റെ പടവുകൾ കയറി സ്പെഷ്യൽ സീറ്റുകളിൽ ഇരുന്നത് പോലെ ഇവിടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി എൻ്റെ മക്കൾ ഇരിക്കുകയല്ല, അവിടെ നിരുത്തി അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വം, ബഹുമാനം, സ്തുതി, സ്തോത്രം, പുകഴ്ച അങ്ങയ്ക്ക്. സകല ദുഷ്ടരോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. നിങ്ങളുടെ അടിപ്പിണരാലുള്ള സൗഖ്യം എൻ്റെ ജനത്തിൻ്റെ തല മുതൽ പാദം വരെ വ്യാപരിക്കട്ടെ. ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുക, ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുക. വിടുതലായി സ്തോത്രം. കൃപ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.